പോയ 8 വർഷങ്ങളിൽ ആവറേജ് നോക്കിയാൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എന്നോണം ഈ വാർത്ത പറയുന്നതാണെങ്കിലും സ്ത്രീ സുരക്ഷയിൽ നമ്മൾ ഊറ്റം കൊള്ളുന്ന ഈ കേരളത്തിന്റെ മെട്രോ നഗരത്തെരുവിൽ ഒരു പാതിരാവിൽ ഒരു സാധാരണക്കാരിയല്ല മലയാള സിനിമയിലെ കരുത്തുറ്റ ഒരു നായിക നടിക്ക് നേരിടേണ്ടി വന്ന ഒരു ക്രൂരത ഇത്ര അധികമാണെന്ന് സത്യമായും വന്യമായ ഒരു ആലോചനയിൽ പോലും വന്നിട്ടില്ല. ആ മനസ്സാക്ഷി മോർച്ചറിയിൽ വെച്ചിട്ടില്ലാത്ത, തലച്ചോറ് മരവിച്ചു പോകാത്ത ആൺസുഹൃത്തുക്കളോടാണ് 1000-ലധികം പേജുള്ള വിധി പ്രസ്താവം കയ്യിൽ കിട്ടിയാൽ ആ 10 പേജുകൾ ഒഴിവാക്കി വേണം വായിക്കാൻ. അത് വായിച്ചാൽ നിങ്ങൾക്ക് അമ്മയുള്ളവരാണെങ്കിൽ, പെങ്ങളും ഭാര്യയും പെൺമക്കളും ഉള്ളവരാണെങ്കിൽ തൊണ്ടക്കുഴിയിൽ നിന്ന് ഭക്ഷണം താഴേക്ക് ഇറങ്ങില്ല. പേക്കിനാവുകളിൽ തിരിഞ്ഞും മറിഞ്ഞും ഉറക്ക നഷ്ടമാകും വിധി. അതൊരു വല്ലാത്ത വിധിയാണ്. ഒരു കാലത്തും ഗുണം പിടിക്കാത്ത ഒരു അക്രമി ആ പേപ്പട്ടിയുടെ കൊട്ടേഷൻ മനസ്സിലാക്കി പെൺകുട്ടി കൈകൂപ്പി പറയുന്നുണ്ട്, പണമാണ് പ്രധാനമെങ്കിൽ ആ പണം ഞാൻ തരാം, ഉപദ്രവിക്കല്ലേ. അടങ്ങാത്ത ആക്രാന്തത്തിൽ ഏതോ കൽപ്പന നടപ്പാക്കാനാഞ്ഞ പേപിടിച്ച മനുഷ്യമൃഗം പിന്നെയും ആ പെൺകുട്ടി കൈകൂപ്പി പറയുന്നു, എൻ്റെ അച്ഛൻ മരിച്ച കൊടിയ വേദന ഇനിയും മാറിയിട്ടില്ലേ, ട്രോമ കൂടി താങ്ങാവതല്ല. ഈ വണ്ടിയിൽ നിന്നെ ചവിട്ടി പുറത്തേക്കിട്ടെ, കാരോടും ഞാൻ ഒന്നും പറയില്ല, ഉപദ്രവിക്കല്ലേ. ഒന്നും കേൾക്കാതെ കയ്യിൽ അവൻ്റെ ഒരു മുടിഞ്ഞ ഫോൺ ക്യാമറ ഓണാക്കി അവനൊരു സ്ത്രീ ശരീരത്തിൽ ചെയ്തു കൂട്ടിയ അക്രമങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ കരഞ്ഞു പോകും. ഒന്ന് പറയാം, ഒരു ദുഷ്ടമൃഗവും ചെയ്യാത്ത ഹീനതയുടെ പരമാവധിയാണ്. മാപ്പർഹിക്കാത്തവൻ, അവൻ്റെ കുടുംബം, അവൻ്റെ പ്രായം എന്നൊക്കെ ഏറ്റവും ഗുരുതരമായ വകുപ്പിൽ ഏറ്റവും കുറവ് ശിക്ഷയിൽ പുറത്തിറങ്ങി അടുത്ത പാതിരാത്രിവിൽ അടുത്ത റേപ്പിന് ഒരു തമ്പ്രാൻ കൽപ്പനയ്ക്ക് അവൻ കാവലാണെങ്കിൽ ആരുമില്ല രക്ഷയ്ക്ക്. പെൺകുട്ടികളെ നിങ്ങൾക്ക് നിങ്ങളെ തുണ പടച്ചവൻ കാക്കട്ടെ. 8 വർഷങ്ങൾ 9 മാസങ്ങൾ 23 നാളുകൾ ഇന്നും പറയലാണ് സർവൈവർ നേരിട്ട കയ്പിന്റെ നേർക്കാഴ്ചകൾ. അത്രയും ക്രൂരമായ ഒരു റേപ്പ് പോട്ടെ, ഏതെങ്കിലും ഒരു ബലാത്സംഗത്തിൽ തകർന്നു നാനാവിധമായി പോയൊരു പെൺകുട്ടി ഈ കോടതിയിൽ വിശ്വാസമില്ലെന്ന വിലാപം, മേൽക്കോടതി പ്രയറുകൾ, ഒറ്റയൊന്നൊരു സിംഗിൾ ഉദാഹരണം ആരെങ്കിലും പറയാവോ? ഏറ്റവും സ്വകാര്യമായത് അനാവൃതമായ ദൃശ്യങ്ങൾ കോടതിക്കുള്ളിൽ ഹാഷ്വാലു മാറിയതിൽ സുരക്ഷയെപ്പറ്റി ഇപ്പോഴും ആ പെൺകുട്ടി പേടിക്കലാണെങ്കിൽ, ചങ്കുവറക്കലാണെങ്കിൽ തോറ്റുപോയത് ആ പെൺകുട്ടിയല്ല, കേരളമേ നമ്മളാണ്. ആ കോടതിക്ക് ബോധ്യമാവാത്ത തെളിവുകൾ, മേൽക്കോടതികൾ, ആരോ എഴുതിയ ഊമക്കത്തിൽ അന്വേഷണം ഒക്കെ അവിടെ നിൽക്കട്ടെ. ഏതു പഴുതുകളിൽ ആരൊക്കെ രക്ഷപ്പെട്ടാലും പഴുതുകളില്ലാത്തൊരു വിധിയുണ്ട്. കാലന്റെ വിധിയാണ്, കാലത്തിന്റെ വിധിയാണ്. ആ പേപ്പട്ടിപ്പണി കാണിച്ച വാലാട്ടികൾ, അവർക്കൊരു കട്ടേഷൻ തമ്പ്രാൻ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സംവിധാനത്തിന്റെ ഓശാന ഉണ്ടെങ്കിൽ കോട്ടകൾ അടിഞ്ഞു വീണും നശിക്കും, നാനാവിധമാകും. തെരുവിൽ കൈനീട്ടി നിൽക്കും അധമപ്പണിയുടെ മാഫിയ കോക്കസെ. ദൈവമുണ്ടെങ്കിൽ, സത്യമുണ്ടെങ്കിൽ എഴുതി വെച്ചോ, പുഴുവരിച്ചാണ് മരണം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് ടി ബി മിനി, ശ്രീമതി ഭാഗ്യലക്ഷ്മി, പ്രശാന്ത് പത്മനാഭൻ, ശ്രീ സജി നന്ദിയാട്ട, ബൈജു കൊട്ടരക്കൽ ചർച്ചയിൽ ആദ്യം ഞാൻ ശ്രീമതി ഭാഗ്യലക്ഷ്മിയിൽ പോകുന്നു. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇവിടെ നമ്മുടെ വിശ്വാസങ്ങൾ, പ്രോസിക്യൂഷൻ, അതിലെ വിജയപരാജയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു റേപ്പ് കേസിൽ ആത്യന്തികമായി നീതി കിട്ടേണ്ടത് ആർക്കാണ്? അതിൻ്റെ വിക്ടിമിനാണല്ലേ. ആ വിക്ടിം പറയുന്നു, നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു, നിയമത്തിൻ്റെ മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല. നോക്കൂ ശ്രീമതി ഭാഗ്യലക്ഷ്മി, എന്തോ ഒരു കൊടിയ ക്രെഡിബിലിറ്റി ക്രാഷാണ്. ഹാഷ്മി പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവൾ ആ കാറിനുള്ളിൽ അനുഭവിച്ചത് കേട്ടവർക്കാർക്കും സഹിക്കാൻ പറ്റില്ല. ഈ കേൾക്കാതെ അവർ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് പ്രതികരിക്കുമ്പോഴാണ് അനീതിയോടൊപ്പം അവർ സഞ്ചരിക്കുന്നത് നമുക്ക് തോന്നിപ്പോകുന്നത്. അവളുടെ വായിൽ നിന്ന് അവൾ ആ അനുഭവിച്ചത് മുഴുവനും ഞാൻ കേട്ടതാണ്. അന്ന് വളരെ വ്യക്തമായിട്ട് അയാൾ ഗൂഢാലോചനയാണ് എന്ന് അയാൾ തന്നെ, ഇത് കൊട്ടേഷനാണെന്ന് അയാൾ ഓപ്പണായിട്ട് ആ പെൺകുട്ടിയോട് പറഞ്ഞതുമാണ്. ഇപ്പം വിധിയിൽ ഈ പറയുന്ന പോലെ കൊട്ടേഷൻ തെളിയിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ആരാണ് കൊട്ടേഷൻ കൊടുത്തത്, അത് പുനരന്വേഷണം വേണം എന്ന് പറയാനും കൂടെ നമ്മുടെ നിയമ സംവിധാനത്തിന് ഒരു ബാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് അത് പറയാതെ തന്നെ ഈ വിധി മുഴുവനും അവസാനിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. കൊട്ടേഷൻ ഉണ്ട്, പക്ഷേ അത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. കൊട്ടേഷൻ ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കൂ എന്ന് പോലീസിനോട് പറയേണ്ടത്. അത് വീണ്ടും വേണമെങ്കിൽ വീണ്ടും പുനരന്വേഷണം വേണം, വീണ്ടും ട്രയൽ വേണം, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വീണ്ടും ആവർത്തിക്കുക തന്നെ വേണം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇനി ആരൊക്കെ എന്തൊക്കെ രീതിയിൽ അവളെ തളർത്താൻ ശ്രമിച്ചാലും അവൾ തളർന്നിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് അവൾ എഴുതിയിരിക്കുന്ന ഈ വാചകം. നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരല്ല എന്ന് ബോധ്യപ്പെട്ട്
ആ ദിവസങ്ങൾ അത് എത്രയോ നാളുകൾക്ക് മുൻപേ അവൾക്ക് ബോധ്യപ്പെട്ടു. ഈ ബാലേന്ദ്രകുമാർ ആകട്ടെ അല്ലെങ്കിൽ അതിജീവിതയാകട്ടെ, ആ കോടതിയുടെ മുൻപിൽ പോയിരുന്ന ഓരോരുത്തരും, അതായത് അവൾക്ക് വേണ്ടി സംസാരിച്ച എല്ലാവരും പറഞ്ഞ ഏക വാചകം തന്നെയാണിത്: ഒരിക്കലും നീതി കിട്ടില്ല, കിട്ടില്ല എന്ന് തന്നെ. അത് തന്നെയാണ് സംഭവിച്ചത്. അവൾക്ക് അത്ഭുതമില്ല എന്ന് അവൾ പറയുന്നുണ്ടല്ലോ. അന്ന് 8-ാം തീയതി അവളോടൊപ്പം നിൽക്കുമ്പോൾ ഞങ്ങൾ മുഴുവനും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. യാതൊരു അത്ഭുതവും ഇന്ന് സംഭവിക്കാൻ പോകുന്നില്ല. വേദനയുണ്ട് അവൾക്ക്, പക്ഷെ അവളുടെ പോരാട്ടം ഇവിടെ തീരുന്നില്ല. ഇനിയും 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 ശക്തമായി തന്നെ പോരാടും. അതിന് അവൾക്ക് ഒരു പരിധി വരെ ഏറ്റവും അധികം ശക്തി കൊടുക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങളും ഇവിടെയുള്ള പൊതുസമൂഹവുമാണ്. അതാണ് അവളെ ഏറ്റവും അധികം കുറെ കൂടെ ഞാൻ പോരാടണം, ഞാൻ തളരാൻ പാടില്ല, ഞാൻ തളർന്നാൽ ഇവിടെയുള്ള പല പെൺകുട്ടികളും തളരും. ഞാൻ ഈ പോരാടുന്നത് എനിക്ക് സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു, ഞാൻ അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. പക്ഷേ നാളെ അവൾക്കെതിരെ വന്ന് സംസാരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം, നിങ്ങളുടെ പെങ്ങളെ, നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകളെ, അവർക്കൊക്കെ വേണ്ടിയാണ് അവളിപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്, അവൾക്ക് വേണ്ടിയല്ല. ഓക്കെ, ഞാൻ എത്താം. അശ്വത് ഭാഗ്യലക്ഷ്മി. പ്രശാന്ത് പത്മനാഭൻ, ഇവിടെ ഉറപ്പായും പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകന്റെ ജോലി പ്രതിഭാഗത്തിന് ഏത് വിധേനയും ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ്, തെളിവുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രതികൾക്ക് അനുകൂലമായ തെളിവുകളെ മാറ്റുക, ഇതൊക്കെ ഒരു അഭിഭാഷകൻ ജോലിയാണ്. നമ്മൾ അതിലെ കൈകടത്തുന്നതേ ഇല്ല. അത് അവരുടെ ഉത്തരവാദിത്വം, ജോലി, അതവർ ചെയ്യട്ടെ. ആ വിധി പ്രസ്താവത്തിൻ്റെ ആ ദിവസം ഏറ്റവും അധികം സമചിത്തമായി മാത്രം സംസാരിക്കുന്ന, വാവിട്ട് ഒരു വാക്ക് പോലും പറയാത്ത അജകുമാർ സാർ നമുക്ക് ചർച്ചയ്ക്ക് വരുന്നിട്ടുള്ള ആളാണ്. വ്യക്തിപരമായി അറിയുകയും ചെയ്യാം. പ്രോസിക്യൂട്ടർ ആവുന്നതിന് മുമ്പ് വരെ ഇറങ്ങി അദ്ദേഹം പറഞ്ഞത് കോടതി മുറിയിൽ ഞാൻ വെന്തു നീറുകയായിരുന്നു. അതും പോട്ടെ, അത് പ്രോസിക്യൂഷൻ്റെ വേവലാതി. പക്ഷേ ഇവിടെ ആത്യന്തികമായി നീതി കിട്ടേണ്ട പെൺകുട്ടി ഈ ട്രയൽ കോടതിയിൽ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായ കാര്യങ്ങൾ എണ്ണി പറയലാണേ. ഈ കേസിൽ എൻ്റെ അടിസ്ഥാനാവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. ഈ കേസിൽ ആദ്യമെത്തി 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂട്ടറിനോട് ശത്രുതാപരമായി പെരുമാറുന്നതായി വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചു. മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഞാൻ പലയാവർത്തി ആവശ്യപ്പെട്ടു, നടന്നില്ല. എൻ്റെ ആശങ്കകൾ, അനുഭവങ്ങൾ അറിയിച്ച് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും എനിക്ക് കത്തുകൾ അയക്കേണ്ടതായി വന്നു തുടങ്ങിയ അവരുടെ വിലാപങ്ങൾ, അവരുടെ വേവലാതികൾ ആദികൾ പറയുകയാണ്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി വേണ്ടേ? നമ്മളിവിടെ ധാർമ്മിക രോഷം കൊള്ളുക അല്ലെങ്കിൽ അതിജീവിതയ്ക്കൊപ്പം എന്ന ക്ലീഷേ ഡയലോഗ് പറയുക മതിയോ? ഇതിന് പരിഹാരമുണ്ടാവണ്ടേ പ്രശാന്ത് പത്മനാഭൻ? പരിഹാരമുണ്ടാവുന്നില്ലെങ്കിൽ എൻ്റെയും അങ്ങയുടെയും ഈ നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും നാണക്കേടും പരാജയമല്ലേ? തീർച്ചയായിട്ടും കോടതിയിൽ എപ്പോഴും വിധികൾ എല്ലാ കക്ഷികൾക്കും അനുകൂലമായിട്ടൊന്നും കിട്ടാറില്ല. പക്ഷേ കോടതിയിൽ വരുന്ന നല്ലൊരു ജഡ്ജി വിധി എഴുതി കഴിയുമ്പോൾ സാധാരണഗതിയിൽ ആ കോടതിയിൽ അപ്പിയർ ചെയ്ത ഇരുപക്ഷവും ഈ കേസിൽ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതൊക്കെ ചെയ്തു. ഈ കേസിൽ നമുക്ക് ഇത്രയൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ, ഇത്രയൊക്കെ സംഭവിച്ചു, അല്ലെങ്കിൽ കൊടുത്ത കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തു. കോടതിയിൽ സമർപ്പിച്ച തെളിവുകളൊക്കെ നോക്കി അതിൻ്റെ പുറത്തൊക്കെ ഒരു ഫൈൻഡിങ് എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, പറയാനുള്ളൊരവസരം കിട്ടി, പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് തള്ളുകയോ കൊള്ളുകയോ ചെയ്തോട്ടെ, അത് ജഡ്ജിയുടെ ഡിസ്ക്രിപ്ഷനാണ്. ചില കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുഡീഷ്യൽ ഡിസ്ക്രിപ്ഷൻ എപ്പോഴും വളരെ റീസണബിളായിട്ട് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സുപ്രീം കോടതി വിധികളും ഹൈക്കോടതി വിധികളും ഒക്കെ അനുസരിച്ച് വേണം ചെയ്യാൻ. അല്ലാതെ ഒരു തെളിവെടുത്ത് കയ്യിൽ കൊടുക്കുമ്പോൾ അതിനെ പാടെ അവഗണിക്കാൻ പാടില്ല. അപ്പോൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ, ഇതിലേറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് അതിജീവിത തന്നെയാണ്. അവർ വന്നിട്ട് കോടതിയിൽ ഒരു കാര്യം പറയുകയാണ്, എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, ഇതിനകത്ത് ഒരു കോൺസ്പിരസി ഉണ്ട്, അതിനകത്ത് എനിക്കെതിരെ ഇന്ന ആൾക്ക് ഒരു നേരത്തെ ഉള്ള ഒരു വൈരാഗ്യമുണ്ട്, അപ്പം ഇത് എന്നെ ആക്രമിച്ച സമയത്ത് എൻ്റെ അടുത്ത് 1-ാം പ്രതി പറഞ്ഞു എനിക്ക് വേണ്ടി ചെയ്യുന്നതല്ല വേറെ ആൾക്ക് വേണ്ടി കൊട്ടേഷനുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പണം തരാമെന്ന് പറയപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ പണം തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കിതിൽ നിന്ന് ഒഴിവാകാൻ പറ്റുന്നില്ല, കാരണം വേറെ ആൾക്ക് വേണ്ടി ചെയ്യുകയാണ്. ഈ കാര്യങ്ങളൊക്കെ കോടതിയിൽ പറഞ്ഞെങ്കിൽ അത് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല, കാരണം ഇതെല്ലാം ഇൻ ക്യാമറ പ്രൊസീഡിംഗ് ആയിരുന്നു. പോയോ കണക്ഷൻ? ശരി, ഞാൻ ശ്രീ പ്രശാന്ത്,
സജീവ് നന്ദ്യാട്ട്, ഇവിടെ അവർ പറയുന്നു, അതിജീവിത പറയുകയാണ്, ഈ കേസിന് നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങൾക്കും നമുക്കറിയാത്ത കാര്യമൊന്നുമല്ല, നേരത്തെ നമ്മൾ കേട്ടതാണ്, നേരത്തെ നമ്മൾ അറിഞ്ഞതാണ്, ഇത് അവരുടെ വായിൽ നിന്ന് നേർക്ക് കേൾക്കുന്ന ആദ്യമായിട്ടാണെന്നുള്ളതേ ഉള്ളൂ. ഈ കേസിൽ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന് ഞാൻ ഈ കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ അപേക്ഷയും തീർത്തും നിഷേധിക്കപ്പെടുകയായിരുന്നു. സാധാരണഗതിയിൽ ആവശ്യം ഉന്നയിക്കുന്ന ആരാണ്? സാധാരണഗതിയിൽ ക്ലോസ്ഡ് ഇൻ ക്യാമറ പ്രൊസീഡിങ്സും ഇത് ഓപ്പൺ കോടതിയിലേക്ക് പോകരുത് എന്നാഗ്രഹിക്കുന്നത് ഇത്തരം കേസുകളിൽ അതിജീവിതമാരാണ്. അതിന് കാരണം എന്താണ്? അതിന് കാരണം അതുമായി ബന്ധപ്പെട്ട ഈ പേഴ്സണൽ കാര്യങ്ങൾ പുറത്തേക്കാവുന്നതിലുള്ള ആശങ്ക കൊണ്ടാണ് അതിജീവിതമാർക്ക് ആവശ്യം ഉണ്ടാവുക. ഈ അതിജീവിതം അത് അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൈവസി, എൻ്റെ പരമമായ പ്രൈവസി അവിടെ നിൽക്കുമ്പോഴും നാട്ടുകാരത് കേട്ടോട്ടെ. അതിന് കാരണം എന്താണ്? നീതിയുക്തമായ വിചാരണ കോടതിയിൽ നടക്കുന്നില്ല എന്ന് നാട്ടുകാർക്ക് മനസ്സിലാവട്ടെ എന്ന് പറഞ്ഞാൽ കോടതിക്കത് കേൾക്കാൻ മടിയെന്തിനാണ് ശ്രീ സജീവ് നന്ദ്യാട്ട്? നമുക്ക് കോടതിയോട് ബഹുമാനമാണ്, ജഡ്ജിയോട് അതിൽ പരം ആദരവാണ്. പക്ഷേ കോടതി ഏറ്റവും മിനിമം ന്യായയുക്തമായ ഒരു ആവശ്യം ഉന്നയിച്ചാൽ എന്തിനാണ് അതിൽ മടി? സജി, യെസ്, ആഷ്മിയുടെ ആദ്യത്തെ ചോദ്യമാണ്. ഞാൻ അതിലേക്ക് വരാം. ആഷ്മി, മിനിഞ്ഞാന്ന് വൈകിട്ട് കോടതിയിൽ നിന്നും കംപ്ലീറ്റ് ജഡ്ജ്മെന്റ് പുറത്തു പോയി ഇല്ലേ? ആഷ്മിയുടെ കയ്യിലുണ്ടോ അത്? ഉണ്ട്, പറഞ്ഞോ. ആഷ്മിയുടെ കയ്യിലുണ്ടോ ജഡ്ജ്മെന്റ്? അപ്പം എൻ്റെ കയ്യിലുണ്ട് ജഡ്ജ്മെന്റ്. ഇതാണ്ട, ജനം കാണട്ടെ. ഇതാണ് ജഡ്ജ്മെന്റ്. ഇതുണ്ടോ? ഇതുണ്ടോ? 6500 രൂപ മുടക്കി ഞാൻ ജഡ്ജ്മെന്റ് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ തല കുനിഞ്ഞു പോവുക. കാരണം ഈ ജഡ്ജ്മെന്റിൽ നമ്മളെല്ലാം ഉദ്ദേശിക്കുന്നത്, നിങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നതും ദിലീപിന് ശിക്ഷ കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആഷ്മി ദിലീപിന്റെ ഭാഗത്ത് വായിച്ചിട്ട് ആഷ്മിക്ക് എന്ത് മനസ്സിലായി? അല്ല, മുഴുവൻ വായിക്കാൻ പറ്റില്ല, ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ നിർത്തി. കാരണം ഒന്നും അറിയോ, എനിക്ക് ആ ക്രൈം ഭാഗം വായിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല സജി. ആ ക്രൈം ഭാഗം വായിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതല്ലല്ല, ദിലീപിന്റെ ആ ക്രൈം ഭാഗം വായിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഞാൻ അവിടെ കുടുങ്ങി. ജനങ്ങളെ ഞാൻ അവിടെ കുടുങ്ങി. എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം താങ്കൾ ഈ കയ്യിൽ വെച്ചിരിക്കുന്ന ഈ പറഞ്ഞ വലിയ എന്താണ് വിചാരണ കോടതി ഉത്തരവിന്റെ 6000 രൂപ മുടക്കിയ കേസ് കെട്ടുണ്ടല്ലോ, ആ കേസ് കെട്ട് ഇറക്കിയ കോടതിയിൽ ഈ വിചാരണ പൊതുസമക്ഷത്തിലാക്കണം എന്നൊരു അതിജീവിത ആവശ്യപ്പെടുകയാണ്. പ്രതിയല്ല, ആ കേസിലെ അതിജീവിത ആവശ്യപ്പെടുകയാണ്. അത് തികച്ചും ന്യായയുക്തമായ ആവശ്യമല്ലേ? അത് കേൾക്കാൻ ഈ കോടതിക്ക് മടി എന്തിനായിരുന്നു ശ്രീ സജി? എനിക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് ഞാൻ അക്കാഡമിക്കലി ചോദിക്കുകയാണ്. അത് കേൾക്കാൻ ഈ കോടതിക്ക് മടി എന്തിനായിരുന്നു? മാധ്യമ വിചാരണ കറക്റ്റാക്കി നടത്തണം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അതിന് ഉത്തരം പറയാവോ? ആദ്യത്തെ ചോദ്യമാണ്. 8.5 വർഷം അന്വേഷണം നടത്തിയിട്ട് ഇത് ഒരു മേഡമാണെന്ന് സുനി പറഞ്ഞില്ലേ? ആരാണ് മേഡം എന്ന് ഇവരെല്ലാം കൂടെ ചോദിക്കുക. ആരാണ് മേഡം? എന്താ ചോദിക്കാത്തെ? നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ല. എന്റെ ചോദ്യം നമ്മുടെ ബേസിക് ചോദ്യം ഉത്തരവല്ല. നീതി ലഭിക്കുന്നത് അല്ല സജി, എന്താ നമ്മുടെ ബേസിക് ചോദ്യം ഇപ്പൊ ഈ അതിജീവിത ഒരു കേസിലെ പരാതിക്കാരി പോലെയല്ല, സാധാരണ കേസിലെ പരാതിക്കാരി പോലെയല്ല ഈ കേസിലെ പരാതിക്കാരി. സാധാരണ കേസിലെ പരാതിക്കാരി പോലെയല്ല ഈ കേസിലെ പരാതിക്കാരി. ഇത് ക്രൂരമായ ഒരു ബലാത്സംഗ കേസിലെ അതിജീവിതയാണ്. അതിജീവിത നീതി കിട്ടിയില്ല എന്ന് പറയുന്നതിന്റെ 1, 2, 3, 4 കാരണങ്ങൾ പറയാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ? നമുക്കൊരു കുറ്റമുക്തനാക്കിയ പ്രതിയോട് പറയാൻ പറ്റുമോ? സമൂഹത്തോട് പറയാം. അല്ല, പ്രതിക്ക് വേണ്ടിയിട്ടാ പറയരുത്, വാദിക്ക് വേണ്ടിയല്ല. നമ്മൾ നിൽക്കുന്ന അതിജീവിതയോടൊപ്പമാണ്. ആ അതിജീവിതയ്ക്ക് എവിടെയാണ് നീതി നിഷേധിക്കപ്പെട്ടത് അതേക്കുറിച്ച് ചർച്ച ചെയ്യണം. ആ അതിജീവിതയോടൊപ്പമാണ് നമ്മൾ. അതിന് കാരണം എന്താ? ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്ന് ഇവർക്ക് ആർക്കും ആഗ്രഹം ഇല്ല. ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം ആവശ്യപ്പെടണം, മേഡം ആര്? ഹൂ ഈസ് ദിസ് മേഡം? അതിനെക്കുറിച്ച് അന്വേഷണം പോകാൻ ഞാൻ എന്താണ് പോലീസിനോട് ചോദിക്കണം. എന്നോട് ചോദിച്ചിട്ടും ഇവിടെ ഇരുന്ന് നമ്മൾ സഹതപിച്ചിട്ട് കാര്യമില്ല. കോടതിയോടല്ല ചോദിക്കേണ്ടത്. ഗവൺമെന്റ് ഫ്രീ ഹാൻഡ് കൊടുത്തു. അന്വേഷിക്കാൻ പറഞ്ഞു. കള്ളക്കഥ ഇപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ആ വിധിയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. ആദ്യഘട്ടത്തിൽ നമുക്ക് അതിജീവിതയ്ക്കൊപ്പം നിൽക്കും. താങ്കൾ പറഞ്ഞു നമ്മൾ ആദ്യഘട്ടത്തിൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കണം. അതിജീവിയുടെ ആശങ്കകൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ശരി ആ വിശദമായ വിധിയിലേക്ക് നമ്മൾ വരും സജി. ശരി, നമുക്ക് ആ വിശദമായ വിധിയിലേക്ക് നമുക്ക് വരാം. ഉറപ്പായി നമുക്ക് ആ വിശദമായ വിധിയിലേക്ക് നമ്മൾ വരും. ശരി, അതെന്താണ്? നിങ്ങൾ ഇപ്പോഴും ആകാശത്തിന്റെ കഥ പറയുന്നു. നമ്മളല്ല, പെൺകുട്ടിക്ക് നീതി ലഭിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നീതി ലഭിക്കുന്ന എപ്പോഴാണ്? യഥാർത്ഥ പ്രതിയെ ശിക്ഷിച്ചിട്ടില്ല. ഈ ഗൂഢാലോചന ഉണ്ടാക്കിയാൽ വെളിയിലാണ്. അവരെ പിടിക്കാൻ ആരാണ് മേഡം? അതിലേക്ക് അന്വേഷണം പോകാത്തത് ആരുടെ കുഴപ്പം? ദിലീപാണോ ഇത് അന്വേഷിക്കേണ്ടത്?
കോടതിയാണ് അന്വേഷിക്കേണ്ടത്. ദിലീപ് അവിടെ ഇവർ നിൽക്കട്ടെ, FIR ഇട്ട് അന്വേഷിച്ചാൽ എട്ടാം പ്രതി അവിടെ പറ്റില്ലല്ലോ. നിൽക്കട്ടെ, വിചാരണ ഒന്നാം നിൽക്കട്ടെ. എന്റെ ഘട്ട ചോദ്യം അന്വേഷണം. അതായിരുന്നില്ല സജി. ഇതിൽ വളരെ ബേസിക് ആയി അതിജീവിത പറയേണ്ടത് ഇത് പൊതുസമൂഹം കാണേണ്ട വിചാരണയാണ്. ഇത് ഓപ്പൺ കോടതിയിൽ മാറ്റി എന്താണ് ഇൻ ക്യാമറ എന്ന് പറഞ്ഞ ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ഇത്തരം കേസുകളിൽ ഈ അതിജീവിതയുടെ പ്രൈവസി സംരക്ഷിക്കുക. ആ പ്രൈവസിക്ക് പ്രശ്നമല്ല, ആ പ്രൈവസിയേക്കാൾ വലിയ പ്രശ്നമാണ് ഇതിൽ നടക്കുന്ന അട്ടിമറി. അതുകൊണ്ട് ഇത് പൊതുസമൂഹം കാണണം എന്ന് പറഞ്ഞ് അതിജീവിത പറയുന്ന വളരെ ബേസിക് ആവശ്യം അംഗീകരിക്കാൻ ഒരു കോടതിക്ക് മടിയുണ്ടാവേണ്ട കാര്യം എന്താ സജി? ഞാൻ അക്കാഡമിക്കലി ചോദിക്കുകയാണ്, ഞാൻ വിമർശനത്തെ ചോദിക്കുന്നതല്ല. അല്ല അതാ പറഞ്ഞുതരാം, ഞാൻ പറയാം, എൻ്റെ പരിമിതമായ അറിവിൽ പറയാം. ഒരു പെൺകുട്ടിക്കുണ്ടായ കാര്യങ്ങൾ അവിടെ സംസാരിക്കുമ്പോൾ അത് ക്രോസ് വിസ്താരം നടത്തുമ്പോൾ ഓപ്പൺ കോർട്ടിൽ നിന്നും അവിടെ നിന്ന ആൾക്കാർ, വെളിയിൽ നിന്നുള്ള ആൾക്കാരോ കാര്യങ്ങളെ കണ്ടു കേട്ട് പോകുമ്പോൾ ആ പെൺകുട്ടിയുടെ പ്രൈവസി സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ്. അതിന് പെൺകുട്ടിയുടെ കൺസേൺ ആണല്ലോ പ്രധാനമായും. നിർദ്ദേശങ്ങളുണ്ട്. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് അത് നിങ്ങൾ അതിനുള്ള ലീഗൽ പ്രൊസീഡിങ്സ് നടത്തി അതിനുള്ള ഉത്തരവ് വാങ്ങിക്കൊണ്ട് വരണം. ഇനി അഥവാ ഈ പറഞ്ഞ ജഡ്ജ് അതിനനുവദിച്ചാൽ അടുത്ത ജഡ്ജിക്ക് കുറ്റമായിട്ട് വരും. അയ്യോ ജഡ്ജി വേണ്ടേ എല്ലാവരും കേക്കെ ഞങ്ങളെ ഇത് ചെയ്തെന്ന് പറഞ്ഞുള്ള കുറ്റമായിട്ട് ജഡ്ജിയുടെ തന്നെ വരില്ലേ? അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ പ്രൊസീഡിങ്സ് ഉണ്ട്, അത് ചെയ്യണമായിരുന്നു. രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കട്ടെ, വനിതാ ജഡ്ജി വന്നു, ആ ഭാഗത്ത് എവിടെയും വനിതാ ജഡ്ജി വേറെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഈ അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെങ്കിൽ നമുക്ക് ആരാണ് ഈ പറഞ്ഞ കൊട്ടേഷൻ കൊടുത്തതിനെ നിങ്ങൾ ചർച്ച നടത്തണം. നിങ്ങൾ ജഡ്ജ്മെന്റ് ജനങ്ങളോട് പറയണം കേട്ടോ. നിങ്ങളിങ്ങനെ ആരെയും മഴയത്ത് നിർത്തരുത്, ആരെയും നിങ്ങൾ പുകമറയത്ത് നിർത്തരുത്. ഇവിടെ നമുക്ക് വേണ്ടത് ജഡ്ജ്മെന്റിലേക്ക് എത്താം. ശരി ശരി, നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് എത്താം. ഞാൻ ടി ബി മിനി പെട്ടെന്ന് ശരിയാവുന്നതാണ് കരുതുന്നത്. അവരിലേക്ക് ആദ്യ ചോദ്യമായി പോയില്ല എന്ന് തോന്നുന്നത്. ആദ്യം ആ ചോദ്യം റെഡി, ആദ്യം അവർ സംവിധാനം റെഡി ആവുന്നു. ഞാൻ ആദ്യം കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഡൈവേർട്ട് ശരി ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ശരി മുഴുവൻ മാധ്യമങ്ങളും ഇത് ഫോക്കസ് മാറ്റുവാണ്. ശരി ശ്രീ പ്രശാന്ത് ബൈജുവിലേക്ക് മാധ്യമങ്ങളെ ആംഗേഷനെ ഞാൻ വെല്ലുവിളിക്കുന്നു. ശരി ശരി ചർച്ച ചെയ്യാവോ? ശരി ശരി, അല്ല അത് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് അതിജീവിതയുടെ കൺസേൺ നമുക്ക് ചർച്ച ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിധിപ്രസാദിൽ വരാന്നേ സജി. ശ്രീ പ്രശാന്ത് അല്ല എത്താം. ശ്രീ പ്രശാന്ത് എന്റെ ചോദ്യം അല്ലല്ല എന്റെ ശരി ശരി എന്റെ ചോദ്യം റിലവന്റ് അല്ലാത്ത ചോദ്യമാണോ? എന്റെ ചോദ്യം റിലവന്റ് അല്ലാത്ത ചോദ്യമാണോ എന്ന് പറഞ്ഞാൽ ഈ സജീവമായിട്ട് പറയുന്നത് കൃത്യം അക്കാര്യം തന്നെയാണ്. അക്കാര്യം കൊണ്ട് തന്നെയാണ് ഇൻ ക്യാമറ ഉണ്ടാവുന്നത് സാധാരണഗതിയിൽ. ആ പ്രൈവസി എനിക്കത് പ്രശ്നമല്ല, എനിക്ക് ഇത് പൊതുസമൂഹം മാധ്യമങ്ങളും കാണണം എന്ന് അതിജീവിത ആവശ്യപ്പെട്ടാൽ അത് ആദ്യം അംഗീകരിക്കണ്ടേ? തീർച്ചയായിട്ടും അംഗീകരിക്കണം, അതിനകത്ത് ഒരു സംശയവുമില്ല. മാത്രവുമല്ല, ഈ അവസാന ദിവസം വിധി പ്രസ്താവന നടത്തുന്ന ദിവസം എറണാകുളം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതിയുടെ പ്രൊസീഡിങ് ഞാൻ വാച്ച് ചെയ്തിരുന്നു ഓൺലൈനായിട്ട്. അപ്പോൾ ജഡ്ജി പറഞ്ഞു, ഞാനൊരു വാണിംഗ് ആയിട്ട് എടുത്തോളൂ, സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ ഉണ്ട്, നിപുൺ സക്സേന കേസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. നിപുൺ സക്സേന കേസിനകത്ത് പറയുന്നത് ഈ ഇൻ ക്യാമറ പ്രൊസീഡിങ് നടക്കുമ്പോഴും റേപ്പിൻ്റെ വിക്ടിം അല്ലെങ്കിൽ സർവൈവറുടെയൊക്കെ ഐഡൻറ്റിറ്റി പുറത്തുവിടാൻ പാടില്ല എന്ന് പറയുമ്പം അതിനകത്തൊരു സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചില കേസുകളിൽ അതിജീവിതന്മാർക്ക് താല്പര്യം ഉണ്ടായിരിക്കും അത് പുറത്തു വരുന്നത്, ബാക്കി ഇതുപോലെ ഫൈറ്റ് ചെയ്യുന്ന സ്ത്രീകൾക്ക് അതൊരു പ്രചോദനമാകാം, അങ്ങനെയുള്ള കേസുകളിൽ അത് ചെയ്യാം എന്ന് പറയുന്നുണ്ട് വളരെ സ്പെസിഫിക് ആയിട്ട്. മാത്രമല്ല, ഈ നിപുൺ സക്സേന എന്ന് പറയുന്ന ലോയർ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഞാൻ വിളിച്ചു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, തീർച്ചയായിട്ടും ഒരു കേസിൽ അത് പുറത്തു വരണമെന്ന് അതിജീവിതം തന്നെ ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ എന്താണ് അതിനൊരു തടസ്സം? പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് ആരെയാണ് ഭയപ്പെടുത്തുന്നത്? അതിൽ യാതൊരു അർത്ഥവുമില്ല. രണ്ടാമത്തത്, ഈ മാഡം ആരാണെന്നുള്ള ചോദ്യം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി കണ്ടെത്തുന്നതാണ് അതിനകത്തെ കേസുകളായിട്ട് കോടതിയിൽ കൊണ്ടുവരുന്നത്. അല്ലാതെ പ്രതി പറയുന്നത് മുഴുവൻ വേദവാക്യമായിട്ട് എടുത്തുകൊണ്ടല്ല, അത് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനിലേക്കുള്ള ഒരു ഘടകം മാത്രമാണ്. ഇതിനെപ്പറ്റി ധന്യ ഒരു അഭിമുഖം നടത്തിയിരുന്നു ന്യൂസ് മിനിറ്റിൽ. ഇതിൽ ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ ഏറ്റവും ഒടുവിൽ അതിജീവിതയുടെ പുറത്തു വരുന്ന പ്രതികരണത്തിൽ ആത്യന്തികമായി അവർക്ക് സങ്കടമുണ്ട്, നിരാശയുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഈ പറയുന്ന 6 പേർ ശിക്ഷിക്കപ്പെട്ടതിലുള്ള വെളിച്ചത്തിന്റെ നേരിയ കിരണം പറയുന്നുണ്ട് അതിജീവിതം. അതിന് കാരണം എന്താണ്? ഇത് മൊത്തം കെട്ടിച്ചമച്ച കേസാണ്, ഞാൻ കള്ളം പറയുന്നതാണ് എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ വെക്കാനുള്ള ഒരു ദൃഷ്ടാന്തമായിട്ടാണ് 6 പേരെ ശിക്ഷിച്ച വിധി അവർ കാണുന്നത്. ആത്യന്തികമായി നമുക്ക് ആ അതിജീവിതയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കണം. ഈ പറയുന്ന രീതിയിൽ നമ്മൾ കോടതിയെ മാത്രം പഴിച്ചാൽ പറ്റുമോ? പ്രോസിക്യൂഷനും സർക്കാരും ഒക്കെ ഉത്തരം പറയേണ്ട കുറേയധികം ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല യഥാർത്ഥത്തിൽ അതിജീവിത? ശ്രീമതി ടി ബി മിനി. ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ടോ വല്ലതും? ഞാൻ അങ്ങനെ എനിക്ക് മനസ്സിലായില്ല. ഹാഷ്മി,
കേട്ടില്ല. അതിജീവിതം അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടോ? ഉണ്ട്. അല്ല ക്വസ്റ്റ്യൻസ് അല്ലാതെ പ്രോസിക്യൂഷനോട് അല്ലല്ല ചോദ്യം ചോദിക്കുന്നുണ്ടോ? ഇല്ല അല്ലല്ല അവർ എണ്ണി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ കേസിൽ എൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ 3 തവണ അനധികൃതമായി തുറന്നുവെന്നും പരിശോധിച്ചുവെന്നും കണ്ടെത്തി. ഈ കേസിൽ ആദ്യത്തെ 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുതാപരമായി പെരുമാറുന്നതായി വ്യക്തമാക്കൊണ്ട് രാജിവെച്ചു എന്ന് പറഞ്ഞാൽ അവർ ഈ പറഞ്ഞ ഫാക്ട്സ്, വസ്തുതാപരമായ കാര്യങ്ങൾ എണ്ണി പറയുകയാണ്. എന്തുകൊണ്ട് എനിക്ക് നീതി കിട്ടിയില്ല എന്ന് സ്ഥാപിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ സത്യമാണ് പറയുന്നത്. ശ്രീമതി ടി ബി മിനി, ഞാൻ ചോദിക്കുന്നത് ഒരു പൊതുസമൂഹം എന്നുള്ള നിലയ്ക്ക്, ഒരു സിവിൽ സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഈ സമൂഹമാണ്, അതിന് മറുപടി വേണം. നിങ്ങളല്ല, ഞാൻ പറയട്ടെ ഹാഷ്മി, ഇതിൽ ഒരു ജഡ്ജിയുടെ മുന്നിൽ പ്രോസിക്യൂഷനും എതിർഭാഗത്തിനും, പ്രോസിക്യൂഷനാണ് ക്രിമിനൽ കേസിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ നേരിടുന്നത്. അത് പ്രോസിക്യൂഷന് കേസ് തെളിയിച്ചെടുക്കണം. ഈ 120B എന്ന് പറയുന്നത് തെളിയിക്കാൻ വളരെ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുള്ള ഒരു വകുപ്പാണ്, കോൺസ്പിറസി. അതിൽ ഒരു ചെറിയ സാഹചര്യ തെളിവെങ്കിലും കിട്ടിയാൽ ആ കേസിൽ ശിക്ഷിക്കാമെന്നാണ് സുപ്രീം കോടതിയുടെ നിരവധി വിധികളുള്ളത്. ഇനി ഈ കേസിൽ 2 കാര്യങ്ങൾ പറഞ്ഞു, 2 കത്തുകൾ, അതിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്, പലരും അത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ 2 കത്തുകൾ, ഒരെണ്ണം പൾസർ സുനിയുടെ, ഒരെണ്ണം പൾസർ സുനി പറഞ്ഞിട്ട് ബിപിൻ ലാൽ എന്ന് പറഞ്ഞ സാക്ഷി എഴുതിയത്. ഈ 2 കത്തുകളിലും ദിലീപിന് വേണ്ടിയുള്ള കത്തുകളാണ്. ദിലീപിന് പൾസർ സുനി അയച്ചിരിക്കുന്ന കത്തുകളാണ്. ഈ കത്തുകളിൽ ബിപിൻ ലാൽ നേരിട്ട് കോടതിയിൽ വന്ന് സാക്ഷി പറഞ്ഞു. അതിനെ നമ്മുടെ എവിഡൻസ് ആക്റ്റിൽ ഡയറക്റ്റ് എവിഡൻസ് എന്നാണ് പറയുന്നത്, ഡയറക്റ്റ് എവിഡൻസ്. ഓക്കെ, ഈ സുനിയുടെ കത്ത് നേരെ അതിൻ്റെ ഒറിജിനൽ കോടതിയിൽ ഹാജരാക്കി സുനിയുടെ ഹാൻഡ് റൈറ്റിങ്ങുമായി തട്ടിച്ചു നോക്കി. അത് ഫോറൻസിക് ലാബിലേക്ക് പോയി. അവിടെ നിന്ന് സുനിയുടെ തന്നെയാണെന്ന് വന്ന് പറഞ്ഞിട്ട് കോടതി ചോദിക്കുകയാണ്, ഒരു പ്രതിക്ക് ഇത്ര നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാവുമെന്ന്. ഇതിന് നിങ്ങൾക്ക് എന്ത് മറുപടിയാണുള്ളത്? ഭീകരമാണ്, പറയൂ ഹാഷ്മി. ഭീകരമാണെന്ന് ഞാൻ പറയാം. എൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഹാഷ്മി ചെയ്യണം. ആരൊക്കെയോ ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് തീരെ ഒഴിവുള്ള ഒരു ദിവസമായിരുന്നില്ല, ഞായറാഴ്ചയായിരുന്നു. ആരൊക്കെയോ പോസ്റ്റ് ചെയ്തതായിട്ട് എന്നെ വിളിച്ച് പലരും പറഞ്ഞിട്ടുണ്ട്. ആ കത്ത് ഹാഷ്മി ഒന്ന് വായിക്കൂ, ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പേജിലുണ്ടെങ്കിൽ ആ കത്ത് വായിക്കൂ. അതിൽ കോൺസ്പിറസിക്കുള്ള ഗുണം എന്താ അറിയാമോ? കോൺസ്പിറസിക്ക് തെളിയിക്കാൻ ബുദ്ധിമുട്ട്. 2 പേര് രഹസ്യമായി ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ 2ൽ കൂടുതൽ ആളുകൾ രഹസ്യമായി ചെയ്യുന്ന കാര്യം, അതിൽ തെളിവിന്റെ ശകലം കിട്ടിയാൽ ശിക്ഷിക്കണ്ടേ? ഇത് ഡയറക്റ്റ് എവിഡൻസ് അല്ലേ ഹാഷ്മി? ഡയറക്റ്റ് എവിഡൻസ് അല്ലേ? ഇത് 2ഉം ഒന്ന് വായിക്കൂ, ജനങ്ങൾ അറിയട്ടെ. ഞാൻ ഫേസ്ബുക്കിലുണ്ട്, അത് വായിക്കണോ? അല്ല, ഉണ്ട്, കയ്യിലുണ്ട്, കത്തുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇപ്പോ ശ്രീ ടി അസഫ് അലി പോലെയുള്ളവർ പറയുകയാണ്, ശ്രീ ടി ബി മിനി, ഇത് ഒരു 120B അദ്ദേഹം പറയുന്നത് ഗൂഢാലോചന ഷെയറിംഗ് ഓഫ് തോട്ട്സ് ആണ്, അത് കണ്ടെത്തൽ പ്രയാസമാണ്. പക്ഷേ ഈ കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ ആവശ്യമായ തെളിവുകളുടെ ഈ കൂമ്പാരം മേൽക്കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൽ ശിക്ഷിക്കാൻ 101% വകുപ്പുള്ള സ്കോപ്പുള്ള കേസാണ് എന്ന് പറയുകയാണ്. അപ്പോൾ പ്രതീക്ഷ അസ്തമിക്കാനായോ അഡ്വക്കേറ്റ് ടി ബി മിനി? അല്ല, ഈ സിസ്റ്റത്തിൽ, കോടതികളുടെ സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ ഞങ്ങളുടെയൊക്കെ എന്തോരം കേസുകൾ ജില്ലാ കോടതിയിൽ ശിക്ഷിക്കാതെ പോയി ഹൈക്കോടതിയിൽ ശിക്ഷിക്കുന്നു, ജില്ലാ കോടതിയിൽ ശിക്ഷിച്ച കേസുകൾ ഹൈക്കോടതിയിൽ വെറുതെ വിടുന്നു. ഇതൊക്കെ സാധാരണമായിട്ടൊരു പ്രൊസീജിയറാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, തെളിവില്ല എന്ന് പറയുന്നത് അത് ശരിയല്ല എന്ന് പറയുന്നതാണ്. ഞാനിപ്പോൾ ഈ 2 തെളിവ് പറഞ്ഞില്ലേ, ഇനിയും ധാരാളം തെളിവുകൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെ എനിക്ക് വിധിയുടെ പകർപ്പ് കിട്ടി, ലോകത്തെ എല്ലാവർക്കും കിട്ടി. പക്ഷെ അതിജീവിതയുടെ വക്കീലിന് കിട്ടണമെങ്കിൽ സർട്ടിഫൈഡ് കോപ്പി എടുക്കണം, മനസ്സിലായ? അത് എനിക്ക് കിട്ടിയിട്ടില്ല. അത് വായിക്കുക എന്ന് പറയുന്നതിനേക്കാൾ അത് വായിച്ച് അതിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കണേ ഇല്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രോസിക്യൂഷൻ എന്തൊക്കെ തെളിവുകൾ ഹാജരാക്കുന്ന, ആസിഫ് അലി സാറ് പറഞ്ഞതുപോലെ, ഇപ്പോൾ ആസിഫ് അലി സാറിൻ്റെയും എൻ്റെയും കാഴ്ചപ്പാട്
അല്ലെങ്കിൽ ഹാഷ്മിയുടെയും കാഴ്ചപ്പാടല്ല കോടതിയുടേതെന്നുള്ള വ്യക്തമായത്. സുനിയുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ കമ്പയർ ചെയ്യാൻ ഈ പ്രതിഭാഗം അതിനെ ചലഞ്ച് ചെയ്തിട്ടുണ്ടോ? സുനിയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ് എന്ന് പറയുന്ന വേറെ ഏതെങ്കിലും ഹാൻഡ് റൈറ്റിംഗ് അവിടെ തെളിയിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിലല്ലേ ഈ ഹാൻഡ് റൈറ്റിങ്ങിനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റൂ. അപ്പൊ സുനിയുടെ കത്തിൽ എഴുതിയേക്കണത് എന്താ? തൻ്റെ പണം ഇനി വേണ്ടടോ എന്ന് എഴുതിയേക്കണ ലാസ്റ്റ് കത്തില്. നിങ്ങൾക്കറിയാം, ഇത് ഓപ്പൺ ലെറ്റർ ആണ്. ഇപ്പോ തൻ്റെ പണം ഇനി ഞങ്ങൾക്ക് ഇനി വേണ്ടടോ എന്ന് എഴുതിയേക്കണേ. ആദ്യത്തെ കത്തിൽ എന്താ പറഞ്ഞ? ദിലീപേട്ട, ഞങ്ങൾ ഭയങ്കര കഷ്ടത്തിലാണ്, എങ്ങനെയെങ്കിലും ആ പറഞ്ഞ പൈസ തരണം, നിങ്ങൾ ഒരു തരുമെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഫോൺ വിളിക്ക്, അല്ലെങ്കിൽ ഒരു 100 രൂപ ഇട്, ഞങ്ങൾ കാത്തിരുന്നോളാം, നിങ്ങൾ ഒറ്റിക്കൊടുക്കൂല എന്നാണ് ഈ പറയണത്. 100 അല്ല 300 രൂപ. ആ കത്തിനെ വിശ്വസിക്കാൻ പറ്റാത്തതിന്റെ കാരണം സുനി എന്ന് പറയുന്ന ആൾക്ക് ഇത്രയും നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാവും എന്നുള്ളതാ. എന്ത് പറയാനാ ഹാഷ്മി നമ്മ? ഇവിടെ അന്ന് അജികുമാർ സാർ പുറത്തിറങ്ങി പറഞ്ഞത് കോടതി മുറി, എനിക്കറിയില്ല, ഇത് കോടതി ലക്ഷ്യത്തിന്റെ പരിധി അറിയില്ല, പക്ഷേ ജഡ്ജിയോട് നമുക്ക് ആദരവാണ്, കോടതിയോടും ആദരവാണ്. പക്ഷേ ഒരു പ്രോസിക്യൂഷൻ ഇറങ്ങിയെന്ന് കേരളത്തോട് പറഞ്ഞത് ഞങ്ങൾ ബന്ധു നേറുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് അതിജീവിയുടെ അഭിഭാഷക എന്ന പരിമിതി മാറിയ സാഹചര്യത്തിൽ കേരളത്തോട് എന്തെങ്കിലും ഇനി കൂടുതൽ തുറന്നു പറയാനുണ്ടോ ശ്രീമതി ടി മിനി? എനിക്ക് ധാരാളമുണ്ട്, പക്ഷെ ഇപ്പൊ വേണ്ട ഹാഷ്മി. പക്ഷെ ഒന്ന് പറയാം, അജകുമാർ സാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ആ കോടതിയിൽ 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു. ആത്മാഭിമാനം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവർ രാജിവെച്ചത്, അല്ലേ? ഒരു പ്രോസിക്യൂട്ടർക്ക് ഒരു കോടതി കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റും കൊടുത്തില്ല എന്നതുകൊണ്ട് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടാണ് ആദ്യത്തെ പ്രോസിക്യൂട്ടർ പോണത്. രണ്ടാമത്തെ പ്രോസിക്യൂട്ടർ അനിൽകുമാർ സാറ് വളരെ ജെന്റിലായിട്ടുള്ള CBIയുടെ പ്രോസിക്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആ പ്രോസിക്യൂട്ടർക്ക് അവിടെ നിന്ന് പോകാൻ കഴിഞ്ഞില്ല. ഇവിടെയും അത് തന്നെയായിരുന്നു അവസ്ഥ, ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഈ പ്രോസിക്യൂട്ടറെ ഒരു ദിവസം അതായത് എനിക്ക് മുന്നിലെ സീറ്റില്ല, അതിജീവിതയുടെ അഡ്വക്കേറ്റ് അല്ലേ, എനിക്ക് പുറകിലാണ് സീറ്റ്. ആ കോടതിയിലെ മുഴുവൻ സീറ്റിൽ ഒരു ഭൂരിഭാഗം സീറ്റും കൈയടക്കി വെക്കുന്നത് 8ാം പ്രതിയുടെ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ പുറകിലിരിക്കുക. ഈ സാറ് പ്രോസിക്യൂഷൻ ജഡ്ജിയുമായി പറഞ്ഞ് എന്തോ കാര്യം പറഞ്ഞ് തർക്കത്തിലായി. ഈ സമയത്ത് സുജേഷ് മേനോൻ എന്ന് പറയുന്ന 8ാം പ്രതിയുടെ രാംപിള്ള സാറിൻ്റെ ജൂനിയർ, ഇത് ഞാൻ നേരത്തെയും പറഞ്ഞതാണ് കേട്ടോ, ഇപ്പം ആദ്യം പറയുന്നതല്ല, അവിടെ നിന്നും, അതായത് തെക്ക് വശത്തിരുന്ന അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ഡാ എന്ന് വിളിച്ചിട്ട് പ്രോസിക്യൂട്ടറുടെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇടോ താൻ എന്തായി ചെയ്യണം, ഞാനാണ് ഇടയിൽ നിൽക്കുന്നത്, ചെയ്യണമെന്നുണ്ട് ഞാൻ അയാളോട് ചോദിക്കാം. കോടതി മിണ്ടിയില്ല. എന്നെ അതിശയിപ്പിച്ച അതാണ്. അയാളുടെ സന്നദ്ധ ക്യാൻസൽ ചെയ്യേണ്ടതാ, കോടതിയിൽ എത്തിക്സിന് വിരുദ്ധമായ രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞിട്ട് നിങ്ങള് ഈ ജഡ്ജ്മെന്റ് വായിച്ചല്ല, അടിക്കാനാഞ്ഞു ഞാൻ ഇടയിൽ കയറി വീണത്. ഞാൻ ഇടയിൽ കയറി വീണു. എടോ താൻ എന്താണ് ഈ ചെയ്യുന്നത് ചോദിച്ചു, മനസ്സിലായ? എന്നിട്ടും സുജേഷ് മേനോനെ എന്തെങ്കിലും ചെയ്യാൻ ആ കോടതി തയ്യാറായില്ല. ഇതാണ് അതിജീവിത പറഞ്ഞ ഇൻസിഡന്റുകൾ. ഇനിയും പറയും ഞാൻ, ഇനിയുമുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഈ സമയത്ത് ഞാൻ പറയണില്ല. നിങ്ങൾ മനസ്സിലാക്കണം, അജകുമാർ സാർ അല്ല, വേറെ ഏതൊരു പ്രോസിക്യൂട്ടർ ആണെങ്കിലും അപ്പം തന്നെ മടക്കി അവസാനിപ്പിച്ച് പോകേണ്ടതാണ്. പക്ഷെ അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായി, ഇനി ആരൊക്കെ വന്നാലും ഈ കേസ് ഞാൻ ട്രയൽ നടത്തി തീർക്കുമെന്ന്. നിങ്ങൾക്കാർക്കും അറിയില്ല, അദ്ദേഹം ഒരു ചെറിയ ആളല്ല. തെറ്റൊക്കെ പറ്റിയിട്ടുണ്ടാവുന്നേ, ആർക്കും തെറ്റ് പറ്റാം. ഈ നമ്മൾ കൊടുക്കുന്ന എല്ലാ എവിഡൻസും കോടതികൾ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നൊന്നും ഇല്ല. പക്ഷെ ഒരു കോടതിയിൽ ഒരു പ്രോസിക്യൂട്ടർക്ക് കിട്ടേണ്ട ഒരു റെസ്പെക്റ്റും കിട്ടിയിട്ടില്ല അജകുമാർ സാറിന്. ഞാൻ സാക്ഷിയാണ്, എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നിട്ട് പുറത്തേക്ക് വരുമ്പോൾ സാറിൻ്റെ അടുത്ത് പറയും, സാർ എനിക്ക് സങ്കടം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവർക്കതൊന്നും മനസ്സിലാവില്ല. ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ്, അദ്ദേഹം
28-ാമത്തെ വയസ്സിൽ CBIയുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് എത്രയോ ടേമിൽ പ്രോസിക്യൂട്ടറായിട്ട് വർക്ക് ചെയ്ത ഒരാൾ, ഈ കേരളത്തിലെ എല്ലാ ജഡ്ജിമാരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിനെയാണ് ആ കോടതിയിൽ അങ്ങനെയൊക്കെ ചെയ്യണത്. ഗുണ്ടാ സംഘങ്ങൾ കൊണ്ട് കേസ് ജയിക്കാൻ. മനസ്സിലായ? ഇത് അതാണ് സാറ് ബന്ധത്. അതുമാത്രമല്ലല്ലോ, പ്രോസിക്യൂട്ടർ ആദ്യത്തെ ദിവസം എനിക്ക് കണ്ടംപ്റ്റ് വന്നാൽ കണ്ടംപ്റ്റ് എടുത്തോട്ടെ, നിങ്ങളെപ്പോലെ എനിക്ക് ഭയമില്ല. കേരളത്തിലെ 3 പെണ്ണുങ്ങൾ, അതിജീവിത, മഞ്ജു വാര്യർ, ഇപ്പം ഞാൻ പ്രഖ്യാപിക്കുകയാണ്, എനിക്ക് ഭയമില്ല. ഇന്നലെ വരെ ഞാൻ കോടതിയുടെ റെസ്ട്രിക്ഷൻ ഉണ്ടായി, എനിക്കിന്ന് ഭയമില്ല. മനസ്സിലായ? ഈ സ്ത്രീകൾക്കുള്ള ധൈര്യമെങ്കിലും മറ്റുള്ളവർക്ക് ഉണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ എത്ര വലിയ അനീതിയാണിത്. കേസ് ജയിക്കുകയോ തോക്കുകയോ പ്രതിനെ വെറുതെ വിടുകയോ ചെയ്തോട്ടെ, അതൊക്കെ സാധാരണ സംഭവങ്ങളാന്നേ. എന്നിട്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാകും, ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ജഡ്ജ്മെന്റ് വായിച്ചാണ്. പൾസർ സുനി എന്ന് പറയുന്ന A1 നാദിർ, പൾസർ സുനിയില്ലേ, പൾസർ സുനി, എടോ പൾസർ സുനി, മനസ്സിലായി, ഞാൻ വായിച്ചാണെന്ന് പറഞ്ഞ ആ A1 ആ ജയിലിൽ നിന്ന് വിളിച്ചിരിക്കുന്നത് ആരെയാ? നാദിർ ഷാ. നാദിർ ഷായുടെ നമ്പർ കോടതിയിൽ തെളിഞ്ഞല്ല നാദിർ ഷാ ആണെന്ന്. അപ്പോ കോടതിക്ക് ഒരു പ്രൊസീജിയർ ഇല്ലേ? നാദിർ ഷാ പ്രതിയാവണ്ടേ? ഈ പൾസർ സുനി അപ്പുണ്ണിനെ വിളിച്ചു എന്ന് പറഞ്ഞത് തെളിഞ്ഞില്ലേ? ജഡ്ജ്മെന്റ് നിങ്ങൾ വായിച്ചില്ലേ? അത് തെളിഞ്ഞിട്ടുണ്ടല്ലോ. ദിലീപ് വിളിച്ചിട്ടില്ല എന്നല്ല അവര് പറഞ്ഞോളൂ. അപ്പൊ അപ്പുണ്ണി പ്രതിയാവണ്ടേ? ഈ പ്രതിയാവണത് പോലീസുകാർ മാത്രം ചെയ്യണ പണിയല്ല. അതിനാണ് CRPC 319 എന്നൊരു പ്രൊവിഷൻ ഉണ്ട്. വായിച്ചു നോക്കണം. ലക്ഷ്യലിക്ക് ഈ മെമ്മറി കാർഡ് കൊണ്ടുപോയി എന്ന് പറയുന്നു. അതില് 313 പൾസർ സുനിയോട് ചോദിച്ചപ്പോ ശരിയാണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ലക്ഷ്യലി പിന്നെ മാഡം, ഇപ്പൊ എന്താ സജി നന്ദിയായിട്ട് പറഞ്ഞ് മാഡം സജി, നമ്മ തമ്മിൽ വഴക്കൊന്നുമില്ല കേട്ടോ. അപ്പൊ വിളിച്ചത് പറഞ്ഞില്ലേ, ഒന്ന് ഒഴിവാക്കിയേക്കോ. ഇതുവരെ ജഡ്ജ്മെന്റ് വായിക്കാതെ വന്നിരുന്ന ഓരോന്ന് പറയുമ്പോഴേ അല്ല അവരനുഭവിച്ച നേർക്കുന്ന അനുഭവങ്ങൾ പറയാണ് സജി, അതിനെ ചോദ്യം ചെയ്യല്ലേ. അടുത്ത TB മീനെ അനുഭവിച്ച് ശരി, ബാക്കി കാര്യങ്ങൾ കേസിന്റെ വിധി അതിന്റെ പ്രസ്താവമൊക്കെ നിൽക്കട്ടെ അവിടെ. സജി വായിച്ചല്ല, സജി വായിച്ചല്ല. ആഷ്മിയാണ് കേട്ടോ നാളെ എന്റെ ആഷ്മി നിയമത്തിന്റെ ഒരു ABCD അറിയാതെ സംസാരിക്കരുത്. നമ്മൾ സ്റ്റാൻഡേർഡ് സംസാരിക്കേ, ഒരു വക്കീലുമാരല്ലേ. ഞാൻ നാളെ രാവിലെ ഒരു കത്തെഴുതാൻ പോവാ. ആഷ്മിയാണ് നടിയെ ആക്രമിച്ച. താൻ എത്ര കത്ത് എഴുതിയാലും, ഞാൻ പ്രതിയായാലും, ഞാൻ അകത്തു പോയാലും, എന്നെ കോടതി ശിക്ഷിച്ചാലും എനിക്ക് ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ട്. ബൈജു കൊട്ടക്കര ഇവിടെ ഈ പറയുന്ന വ്യവഹാര വഴി അതിന്റെ വാദങ്ങൾ ഒക്കെ നമ്മൾ നിൽക്കട്ടെ. അതിനെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഗ്യാങ് റേപ്പിനേക്കാൾ ഭീകരമായി എനിക്കത് വായിച്ചപ്പോൾ തോന്നിയത് ഹാഷ്മി ഇത് സജി നന്ദിയായിട്ട് ഇപ്പൊ ഭീഷണിപ്പെടുത്തി ഇപ്പൊ ഹാഷ്മി അങ്ങോട്ട് പോയില്ലേ, ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ആ ഭീഷണി ഏക്കൂലാട്ടാ. അപ്പൊ ഓക്കെ ബൈ. ബൈജു കൊട്ടാരക്കര ഇവിടെ എനിക്ക് ആ ഗ്യാങ് റേപ്പിനേക്കാൾ തോന്നി ഭീകരമായി. ആഷ്മി ഒരു കാര്യം പറഞ്ഞിട്ട് ബൈജു കൊട്ടാരക്കര പൊക്കോ, എന്നെ വിട്ടോ, അതാരും കുഴപ്പമില്ല. എനിക്ക് ഇങ്ങനെയുള്ള ലൂസ് ടോക്ക് ഒരു കോടതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കത്ത് വന്നാൽ ആ കത്ത്, അതിന് സന്ദർഭം, അതിന് സാഹചര്യം, അതോട് ചേർത്ത് നിർത്തുന്ന എവിഡൻസ് സമർപ്പിക്കണം. ഇവര് പറഞ്ഞത് ഒരു ദൈവത്തെ ഓർത്ത് ആ ജഡ്ജ്മെന്റ് കേരള ജനതയോട് എൻ്റെ റിക്വസ്റ്റ് ആണ്. ദൈവത്തെ ഓർത്ത് ഈ ജഡ്ജ്മെന്റ് നിങ്ങളൊന്ന് വായിക്കണം പ്ലീസ്. ഇവർ പറയുന്ന ഈ കള്ള ആരോപണങ്ങൾ, അതിനെ ചെയ്ത യഥാർത്ഥ പ്രതി വെളിയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് കേരള ജനതയെ. ദൈവത്തെ ഓർത്ത് വായിക്കണം. മേഡത്തെ പിടിച്ചോ, പോലീസിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഇവിടെ നിന്ന് നമ്മളോട് ചോദിക്കുന്നത്. പ്ലീസ്, ഇത്തരം ഒരാളൊരു കത്തെഴുതി, ഞാൻ എഴുതുകയാണ്, ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ സജി. ചെയ്തെന്ന് ഞാൻ എഴുതിയ തെളിവാകുമോ?
ശരി. കോടതി നേരം ശിക്ഷിക്കുമോ? ആയില്ലേ? ശരി സജി, ശരി സജി, ഞാൻ എത്താം. ശരി സജി, ഞാൻ അങ്ങനെ എത്താം. ശരി, ശരി, ഞാൻ അങ്ങനെ എത്താം. ഞാൻ അങ്ങനെ എത്താം. ഇന്ന് വരെ കോടതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് എന്നിട്ട് TB തന്നെ പറഞ്ഞു. ശരി എന്തുവാ എന്റെ പൊന്നെ ആഷ്മി? ശരി, ഞാൻ എത്താം. ഞാൻ അങ്ങനെ എത്താം. ഞാൻ അങ്ങനെ ഉറപ്പാക്കാം. ബൈജു കൊട്ടക്കര ഇവിടെ എനിക്കത് വായിച്ചപ്പോൾ ഞാൻ തെറ്റാണെങ്കിൽ തിരുത്തണം. എനിക്ക് തോന്നിയത് ഗ്യാങ് റേപ്പിനേക്കാൾ ഭീകരമായി തോന്നിയത് ഇത് ഫോണിൽ ചിത്രീകരിക്കാനുള്ള ദുഷ്ടബുദ്ധിയാണ്. ബൈജു കൊട്ടക്കര നോക്കൂ, എന്താണ് ഒരിക്കലും ഒരു കാലത്തും അത് പുറത്തേക്ക് എനിക്ക് അത് എങ്ങനെ പറഞ്ഞ് ഫോർമുലേറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ആ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ക്രൂരതയുടെ ദൃശ്യങ്ങൾ, ആ ക്രൂരതയുടെ ദൃശ്യങ്ങൾ ഏറ്റവും സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടത് സംസ്ഥാനത്തിന് ഉത്തരവാദിത്തമാണ്. കോടതിയാകുമ്പോൾ കോടതിയുടെ ഉത്തരവാദിത്തമാണ്. കോടതിയുടെ ചെസ്റ്റിൽ 10 മണിക്ക് 12 മണിക്ക് ഏതൊക്കെയോ ഫോണിൽ ആരൊക്കെയോ കണ്ടു, എന്തൊക്കെയോ ചെയ്തു, അതിന് ഹാഷ് വാല്യൂ മാറിയതുകൊണ്ട് ഈ പറയുന്ന തെളിവിൽ പ്രശ്നമുണ്ടെന്ന് അർത്ഥമില്ല എന്ന് കോടതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് മാറി, അതാരൊക്കെയോ നോക്കി, എന്തൊക്കെയോ ചെയ്തു, അതിലിപ്പോഴും അതിജീവിതം പേടിക്കുന്നുണ്ട്. അതിനടക്കം മറുപടി വേണ്ടേ ബൈജു കൊട്ടക്കര? എല്ലാം തീർന്നോ ഒരു ഉത്തരവിൽ? തീർച്ചയായിട്ടും ഹാഷ്മി, എനിക്ക് പറയാനുള്ള സമയം തരണം ഹാഷ്മി. ഞാൻ ആ കാര്യങ്ങൾ പറയട്ടെ. അതായത് ഈ പെൻഡ്രൈവ് ആദ്യം തന്നെ സുനി കൊടുത്തത് 3 കോപ്പി എടുത്തെന്നാണ് ഈ സുനി തന്നെ പല സ്ഥലങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. ഹാഷ്മി കേൾക്കാമോ? കേൾക്കാം, പറയൂ. ഹലോ, കേൾക്കാം ബൈജു, പറഞ്ഞോ. ഈ പൾസർ സുനി തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ പെൻഡ്രൈവിന്റെ 3 കോപ്പികളാണ് എടുത്തതെന്നാണ്. ഒരെണ്ണം ഒരു വക്കീലിന് കൊടുത്തു, ഒരെണ്ണം ലക്ഷ്യ എന്ന് പറയുന്ന കാവ്യമാധവന്റെ ഉടമസ്ഥതയിലുള്ള ആ വസ്ത്രസ്ഥാപനത്തിൽ കൊണ്ടു കൊടുത്തു. സാഗർ എന്ന് പറയുന്ന ആളാണ് അതിന് സാക്ഷി. പിന്നെ അടുത്ത ഒരെണ്ണം ഇവന്റെ കയ്യിൽ സൂക്ഷിച്ചു എന്നും പറയുന്നു. ഈ പറഞ്ഞ പെൻഡ്രൈവ്, അതിന്റെ ആ മെമ്മറി കാർഡ് അങ്കമാലി കോടതിയിൽ നിന്നും ഒരു ദിവസം പുറത്തുപോയി. താജുദ്ദീൻ എന്ന് പറയുന്ന ഒരാൾ അതെടുത്ത് പുറത്ത് കൊണ്ടുപോയി ഏതാണ്ട് നാളുകളോളം അയാളുടെ കയ്യിൽ സൂക്ഷിച്ചു. ആ സമയത്താണ്, ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കണം, ആ സമയത്താണ് ബാലചന്ദ്രകുമാർ വീട്ടിലുള്ളപ്പോൾ ഒരു VIP വീട്ടിലേക്ക് വന്നു, ഒരു മെമ്മറി കാർഡ് കൊടുക്കുന്നു, ഒരു ലാപ്ടോപ്പിലിട്ട് കാണുന്നു എന്ന് പറയുന്നു. വളരെ നേരിയ ശബ്ദത്തിൽ ആണ് അതിനകത്ത് പല ശബ്ദങ്ങളും ഉണ്ടായിരുന്നത്. അത് 20 ടൈംസ് ഇംപ്രൂവ് ചെയ്തിട്ട് അത് കേൾപ്പിക്കുന്നു എന്ന് പറയുന്നതും അതിനകത്ത് കേട്ട ശബ്ദശകലങ്ങൾ ഉൾപ്പെടെ ഈ ബാലേന്ദ്രകുമാർ കോടതിയിൽ മൊഴി കൊടുക്കുന്നു. അത് അന്ന് അവിടെ കേട്ട പലതിൻ്റെയും ഓഡിയോ റെക്കോർഡുകൾ ബാലേന്ദ്രകുമാർ പോലീസിന് കൈമാറുന്നു. അതിനുശേഷം ഇത് കൗസറെടുപ്പത്ത് എന്ന് പറഞ്ഞ ജഡ്ജി അത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇരുന്നപ്പോൾ ആ കോടതിയിൽ നിന്നും ഇത് വെളിയിലേക്ക് പോകുന്നു. പിന്നീട് പോകുന്നത് ഇപ്പോഴത്തെ വിചാരണ കോടതിയിൽ, അതായത് ഇപ്പോഴത്തെ ഈ സ്പെഷ്യൽ കോടതിയിൽ, ആ കോടതിയിൽ നിന്നും ഒരു ദിവസം ഉച്ചയ്ക്ക് ഇത് വെളിയിലേക്ക് പോകുന്നു. ഈ 3 സമയത്ത് വെളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ മെമ്മറി കാർഡിൽ ഉണ്ടായ സംഭവം നമ്മുടെ 24 ചാനൽ വരെ വെളിയിൽ വിട്ടതാണല്ലോ. അതായത് ദിലീപിന്റെ അനുജനും കൂടി ഞാൻ അന്നും പറഞ്ഞു, ഇപ്പോഴും ഞാൻ പറയുന്നു, എന്റെ സ്റ്റാൻഡിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അന്നു മുതൽ ഇവര് തൃശ്ശൂർ മുതൽ പിന്നെ എറണാകുളം വരെ, അത്താണി വരെയുള്ള സ്ഥലങ്ങളിൽ പോയി ഈ സ്ഥലങ്ങളിൽ ഇത് റീക്രിയേറ്റ് ചെയ്യുന്നു. ഇതിലെ സംസാരങ്ങൾ റീക്രിയേറ്റ് ചെയ്യുന്നു. ഈ റീക്രിയേറ്റ് ചെയ്ത സാധനങ്ങൾ മുഴുവൻ ഇവർ ഈ മെമ്മറി കാർഡിനകത്ത് കുത്തി നിറച്ചിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ എൻ്റെ പേര് മാറ്റിയിട്ട് കാശ്മീർ അന്ന് ഞാൻ ഈ പണി നിർത്തും. അത് ഈ മെമ്മറി കാർഡുകളിൽ അതാണ് കുത്തി നിറച്ചിരിക്കുന്നത്. ഈ ജഡ്ജ്മെന്റിനകത്തൊരു വാചകം പറയുന്നുണ്ട്, സജി മുമ്പേ പറഞ്ഞല്ലോ, ഈ ജഡ്ജ്മെന്റ് കണ്ടപ്പോ തല കുനിഞ്ഞു പോകുന്നു എന്ന്. ശരിയാ, ഇത്രയും നാള് സജി 8 വർഷം കൊണ്ട് പറഞ്ഞ കള്ളത്തരങ്ങൾ പാപഭാരം കൊണ്ട് തല കുനിഞ്ഞു പോകും. ഞാൻ പറയട്ടെ, പണ്ട് സമയം കഴിഞ്ഞാലേ ഞാനൊന്ന് പറയട്ടെ. ദൃശ്യം അത് ഏറ്റവും വലിയ കള്ളന്റെ പണിയാണ്. ഈ കയ്യിൽ വെച്ചുകൊണ്ട് അതിന്റെ ഓഡിയോ റീക്രിയേറ്റ് ചെയ്ത ഈ മെമ്മറി കാർഡിൽ കയറ്റിട്ടുണ്ട്. സജികുമാർ, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു കേട്ട് തനിക്ക് പറയാം. ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, കള്ളത്തരങ്ങൾ മാത്രം പറയാമല്ലോ, പാപഭാരം കൊണ്ട് തല കുനിയല്ലേ, കുറച്ചേരം കുനിച്ചു പോയി. ഇനി ഞാനൊന്ന് പറഞ്ഞു റീക്രിയേറ്റ് ചെയ്ത സാധനം ഹാഷ്മി ബൈജു എത്ര കാലം ഓടിയതാ പടം, ഒത്തിരി ഓടിയ പടം, അതുകൊണ്ട് വായിച്ചിട്ട് വാ. ഇത് റീക്രിയേറ്റ് ചെയ്ത ഈ സാധനം വായിക്കുന്നതിനകത്ത് എന്താ ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ സജി. എന്താ ഉള്ളതെന്ന് അറിയാമല്ലോ. പ്രതിഭാവം വക്കീല് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ വിധിന്യായത്തിലുണ്ട്. കോടതി അതിജീവിതയാണ് പറഞ്ഞത്. ഇപ്പൊ TB മിനി പറഞ്ഞില്ലേ, ഗുണ്ടകളാണ് കോടതിയില്. തലവനോ സുകേഷ് മനോഹർ ആരാ ഗുണ്ട? പിന്നെന്താ പബ്ലിക് പ്രോസിക്യൂട്ടറെ തല്ലാൻ കോടതി മുറികളിൽ പോയെന്ന് പറയുന്നത് അതിജീവിത അഭിഭാഷകയായിരുന്ന വ്യക്തിയാണ്.
ബാർ കൗൺസിൽ അവരുടെ പരാതി നോക്കിയുള്ള കൊടുക്കാൻ പറ്റുമോ? അനുഭവമാണ്. ബാർ അതാണ് കൗൺസിൽ പറഞ്ഞത്. പരാതി കൊടുക്കാൻ പറ്റുമോ? അതിജീവിതൻ അഭിഭാഷക ചുമ്മാ കഥ കൊടുത്തോളാം. ബാർ കൗൺസിൽ പരാതി കൊടുക്കാൻ അയാളുടെ പറ്റുമോ? ഫോണൊന്ന് മ്യൂട്ട് ചെയ്യും. അല്ല, അയാളുടെ വോയിസ് ഒന്നും മ്യൂട്ട് ചെയ്യും. ആ കള്ളം പറയുന്ന കള്ളന്റെ ആ ഫോണൊന്ന് മ്യൂട്ട് ചെയ്യും. അതായത് ആ. കോടതി മുറിയിൽ ഈ കള്ളമാണോ? പറയുന്ന കോടതി പറഞ്ഞത് പബ്ലിക് കള്ളമാണോ? പ്രോസിക്യൂട്ടറെ തല്ലാനായിട്ട് ഇതിനെല്ലാം പോകാൻ മറുപടിയുണ്ട്. സുകേഷ് മേനോൻ എന്ന് മഹാജനങ്ങളെ, പറയുന്ന വക്കീൽ എന്താ ഇവര് ഗുണ്ടയാണ്? പറയുന്ന ഈ കള്ളത്തരത്തിന് രാമപിള്ള എന്താ മറുപടിയുണ്ട്. ഗുണ്ട തലവനാണ്? പൊളിഞ്ഞുപോയി. ഇതെന്തോ വെള്ളരിക്കാൻ കള്ള വൗച്ചറുകളും കള്ള ആ സൈനും സമയത്ത് പോലും കള്ള ജഡ്ജി സാക്ഷികളും മിണ്ടാതിരിക്കുന്നു എല്ലാം എന്ന് പൊളിഞ്ഞ് പറഞ്ഞാൽ പാളീസായി. നമ്മൾ എന്നിട്ട് എന്താണ് ഇവിടെ നിന്ന് പിന്നെ തള്ളുക. എടാ, കേരള ഒന്ന് ജനതയെ മിണ്ടാതിരിക്കടാ സജി. നിങ്ങൾ എടാ, ഈ ഒന്ന് മിണ്ടാതിരി. ജഡ്ജിമെന്റ് ഒന്ന് വായിക്കണം കേട്ടോ. ബൈജു പറഞ്ഞു പൂർത്തിയാക്കൂ. അല്ല ബൈജു പൂർത്തിയാക്കൂ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ വാദം, അതിന്റെ തെളിവുകൾ, അതിന്റെ ഫോൺ മ്യൂട്ട് ചെയ്യും. അല്ല, ഒരു മിനിറ്റ്. അല്ല, ബൈജു കൊട്ടക്കര, ഇവിടെ പ്രോസിക്യൂഷൻ സമർപ്പിക്കുന്ന എല്ലാ തെളിവുകളും നേരത്തെ മിനി വക്കീൽ പറയുന്നത് പോലെ ആ രീതിയിൽ അത് കോടതി സ്വീകരിക്കണമെന്നില്ല. അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതിൽ ഈ പറഞ്ഞ കണ്ണു ചേർക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതൊക്കെ ഉണ്ടാവും. അവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം അതായിരുന്നില്ല. എന്റെ ചോദ്യം അതിനേക്കാൾ ഉപരി ഈ കാർഡ്, ഈ ദൃശ്യങ്ങൾ അങ്ങേയറ്റം അന്യായമായി, അങ്ങേയറ്റം അതിക്രമം കാട്ടി ഒരു വൃത്തികെട്ടവൻ എടുത്ത ഈ ദൃശ്യങ്ങൾ അത് സുരക്ഷിതമല്ല എന്ന പെൺകുട്ടി പേടിച്ചുകൊണ്ടിരിക്കുക. ആ പെൺകുട്ടിക്ക് കാരണമുണ്ട്. എന്താ കാരണം? രാത്രി ആ കോടതിയിൽ ആരോ ഇരുന്ന് നോക്കി ആ സാധനം, എന്തോ ചെയ്തു ആ സാധനം. അതിന് മറുപടി വേണ്ടേ? പോലീസ് അന്വേഷിക്കണ്ടേ? ആ മൂന്നമാരെ പിടിച്ച് ചാത്തിരണ്ടേ? എന്തേ ഉണ്ടാവുന്നില്ല? അത് അന്വേഷിക്കരുത് എന്ന് പറഞ്ഞ അതിനകത്ത് അതിനുവേണ്ടി കേസിന് പോയാലാണ് 8-ാം പ്രതി. ഇതിന്റെ അന്വേഷണം നടക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ 8-ാം പ്രതി അതിന് കേസിന് പോയതാണ് കോടതിയിൽ. അയാൾക്ക് എന്താണ് അവകാശം കേസിന് പോകാൻ? ഈ മെമ്മറി കാർഡ് അവിടെ നിന്ന് ചോർന്നു. ആ ചോർന്ന് ആരാണെന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോ അപ്പൊ അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞ് 8-ാം പ്രതി കോടതിയിൽ പോയില്ലേ? അതെന്തിനു വേണ്ടിയായിരുന്നു? ആർക്ക് വേണ്ടിയായിരുന്നു? ആരെങ്കിലും 8-ാം പ്രതിയോട് പറഞ്ഞു 8-ാം പ്രതിയാണ് കൊണ്ടുപോയെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് അയാൾ പോയത് കോടതിയിൽ? ശരി, അല്ല, ഞാൻ പറഞ്ഞ ആ ചോദ്യം ഉത്തരമാണ്. മേൽക്കോടതി അതിന്റെ ഭാഗ്യം ആ കാര്യങ്ങൾ ആ വഴിക്ക് നടക്കട്ടെ. പറഞ്ഞു തരട്ടെ. ഈ ജഡ്ജിനെ മാറ്റണമെന്ന് 4 പ്രാവശ്യം ഈ അതിജീവിത പറഞ്ഞോ? ഈ സർവൈവർ, അതിജീവിതം ഞാൻ വിളിക്കുന്നില്ല, ഈ സർവൈവർ പറഞ്ഞോ 4 പ്രാവശ്യം ജഡ്ജിനെ മാറ്റണമെന്ന്? എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? സുപ്രീം കോടതി വരെ പോയില്ലേ? രാഷ്ട്രപതിക്ക് കത്തെഴുതി, പ്രധാനമന്ത്രിക്ക് കത്തെഴുതി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തെഴുതി. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്നിട്ട് അതിനകത്ത് ജഡ്ജിയെ മാറ്റരുത് എന്ന് പറഞ്ഞ ആരാ? പ്രതിഭാഗമല്ലേ പറഞ്ഞത്. ജഡ്ജിയെ മാറ്റാൻ താല്പര്യമില്ല, വേണ്ട. എന്നിട്ട് ഇപ്പൊ മിനി പറഞ്ഞപ്പോഴാണ് അറിയുന്നത്, അഡ്വക്കേറ്റ് മിനി പറഞ്ഞപ്പോഴാണ് അറിയുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടറെ തല്ലാഞ്ചില്ലോ ദൈവമാരുന്ന ഗുണ്ടകളാ. ഞാൻ തിരികെ ഇടവേളയ്ക്ക് ശേഷം പ്രശാന്ത് പത്മനാഭൻ, ഇവിടെ ഈ എന്താണ് ഹാഷ് വാല്യൂ മാറി എന്ന് പറഞ്ഞാൽ ദൃശ്യങ്ങളിൽ കൃത്രിമം കാട്ടിയെന്ന് അർത്ഥമില്ല എന്ന് കോടതി പറയുന്നുണ്ട്. നല്ല കാര്യം. അത് സുരക്ഷിതമാണ് എന്ന് കോടതി പറയുന്നത് നല്ല കാര്യം. പക്ഷെ അത് ആത്യന്തികമായി അതിജീവിതക്കുള്ള, ബാക്കി എല്ലാവരുടെയും ആശങ്കയ്ക്കപ്പുറം അതിജീവിതക്കുള്ള മറുപടിയാണ്. കാര്യം 15-ാം തീയതി, ഇപ്പോൾ കോടതി അതൊന്നും കേട്ടില്ലെങ്കിലും 15-ാം തീയതി ബാലേന്ദ്രകുമാർ പറഞ്ഞ 15-ന് വീട്ടിൽ വെച്ച് വീഡിയോ കണ്ടത് താൻ കണ്ടു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പോട്ടെ, ആ തെളിവൊന്നും കോടതി കണ്ടില്ല. ആ ഫയൽ അനുവിൻ്റെ ഫോണിൽ നിന്ന് കിട്ടിയ കാര്യം നമുക്ക് റിട്രീവ് എടുത്ത കാര്യമുണ്ട്. മാത്രമല്ല, ഈ പറയുന്ന ആ വീഡിയോയ്ക്ക് എത്ര GB ഉണ്ട്, അതിൻ്റെ ഫയൽ നെയിം എന്താണ് എന്നൊക്കെ ഒരു വക്കീൽ എഴുതണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ടുണ്ടാവണം. വീഡിയോ ആരൊക്കെ കണ്ടു, അതൊക്കെ എന്തൊക്കെ ചെയ്തു, അതൊക്കെ എന്തൊക്കെ പകർപ്പെടുത്തു, അല്ലെങ്കിൽ ഈ കോടതി മുറിക്കുള്ളിൽ ഈ 3 അവന്മാർ എന്ത് ചെയ്തു എന്നതിൽ അന്വേഷണം ഉണ്ടാവണ്ടേ? ആ ദൃശ്യങ്ങൾ പരിപൂർണമായി സുരക്ഷിതമാണ്, അതെന്നേക്കുമായി കുഴിച്ചു മൂടപ്പെട്ടു എന്ന അതിജീവിതയ്ക്ക് ഉറപ്പ് കൊടുക്കണ്ടേ? അതുണ്ടാവാതിരിക്കുന്ന എന്തൊരു ഭീകരാവസ്ഥയാണ് ശ്രീ പ്രശാന്ത് പത്മനാഭൻ. തീർച്ചയായിട്ടും നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വിശ്വാസം വരണം കോടതി നടപടികളിൽ. ഈ കോടതി അടച്ചിട്ട മുറിയിൽ നടത്തുന്ന ഇൻ ക്യാമറ പ്രൊസീഡിങ് നടത്തുന്നത് സർവൈവറുടെ പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യാനാണെന്നാണ് വെയ്പ്പ്. അതായത് അവർക്ക് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പബ്ലിക്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി. അതിലുപരിയായിട്ട് പൊതുജനങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കോടതി എങ്ങനെയാണ് ഈ തീരുമാനത്തിലെത്തിയത് ഉള്ള കാര്യങ്ങൾ, എവിഡൻസ്, തെളിവുകൾ കൊടുത്തത് കോടതി ശരിക്കും കൺസിഡർ ചെയ്തോ, ഏതൊക്കെ തെളിവുകളാണ് കോടതി എടുത്തത്, എന്തുകൊണ്ടാണ് തള്ളിയത്, ഇതെല്ലാം അറിയാനുള്ള അവകാശം എല്ലാ പൗരന്മാർക്കും ഉണ്ട്. കാരണം ഈ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ ഇത് അതിജീവിതയുടെ മാത്രം പോരാട്ടമല്ല, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. അതിൽ ഒരു ഗൂഢാലോചന, ഒരു കൊട്ടേഷൻ റേപ്പാണെന്നുള്ളത് അതിജീവിതയാണ് പറയുന്നത്. ആ കാര്യത്തിൽ അവരെ അവിശ്വസിക്കാൻ യാതൊരു കാരണവുമില്ല. ഈ പറയുന്ന മാടവാരാണെന്ന് കണ്ടുപിടിക്കുന്നതൊന്നുമല്ല ഇഷ്യൂ. അതിജീവിത ഇന്നിപ്പം ഈ പറയുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാതിരിക്കരുതെന്ന് ഏതെങ്കിലും അതോറിറ്റികൾ ഇൻക്ലൂഡിങ് കോടതി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റി. കാരണം
ഇവിടെ അതിജീവിത തന്നെ ഏറ്റവും വളരെ ധീരമായിട്ടൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ എഴുതിയിരിക്കുകയാണ്, ഐ റിപ്പീറ്റഡ്ലി റിക്വസ്റ്റഡ് എ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദ ടാമ്പറിംഗ് ഓഫ് മൈ മെമ്മറി കാർഡ്. ഇതിനകത്ത് അക്യൂസ്ഡ് ഫയൽഡ് എ പെറ്റീഷൻ റിക്വസ്റ്റിംഗ് ദാറ്റ് ദ സെയിം ജഡ്ജ് കണ്ടിന്യൂ ടു ഹിയർ ദ കേസ്. ദിസ് റേസ്ഡ് ഈവൻ മോർ സീരിയസ് ഡൗട്ട് ഇൻ മൈ മൈൻഡ്. അപ്പം നീതി നടപ്പാക്കിയെന്ന് അവർക്ക് തോന്നുന്നില്ല, നമുക്ക് ആർക്കും തോന്നുന്നില്ല. അപ്പോൾ കണ്ടംപ്റ്റ് എടുക്കുകയാണെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ എടുക്കണം. അതിജീവിതയ്ക്കെതിരെ ഇവരാണ് പറയുന്നത്, പബ്ലിക്കിനോട് വിളിച്ചു പറയുകയാണ്, എനിക്ക് ഈ കോടതിയിൽ വിശ്വാസമില്ലെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. ഇതിനകത്ത് ഈ പറയുന്ന ഭീഷണി കൊണ്ടൊന്നും ആളുകൾ ഇത് ചോദ്യം ചെയ്യാതിരിക്കില്ല, സത്യം വെളിയിൽ വരാതിരിക്കുകയുമില്ല. സത്യം ഹൈക്കോടതിയിൽ വീണ്ടും ഞാൻ പറഞ്ഞത് നേരത്തെയുള്ള പുതുതായിട്ട് വരുന്ന കാര്യങ്ങളുണ്ട്, പുതിയ വെളിപ്പെടുത്തലുകളുണ്ട്, പുതുതായിട്ട് സുനി കൊടുത്ത അഭിമുഖങ്ങൾ വരുന്നുണ്ട്. ഇതിനകത്തൊക്കെ ദിലീപേട്ടനാണ് എന്നോട് ഇത് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ പുറത്തൊരു അന്വേഷണം വേണ്ടേ? ഇത് നമ്മൾ ജീവിക്കുന്നത് ഒരു നിയമവ്യവസ്ഥയുടെ കീഴിലാണെങ്കിൽ ഹൈക്കോടതിയിൽ പോകുമ്പോൾ അഡീഷണൽ എവിഡൻസ് എടുക്കാമല്ലോ. ഹൈക്കോടതിക്ക് അഡീഷണൽ എവിഡൻസ് എടുത്ത് ഈ ടാമ്പർ ചെയ്തത് തീർച്ചയായിട്ടും അതിൻ്റെ കോടതിയുടെ രക്ഷയിലിരിക്കുന്ന ഒരു സാധനം, ഒരു ഡോക്യുമെൻ്റ് എങ്ങനെയാണ് ടാമ്പർ ചെയ്യപ്പെട്ടത്, എങ്ങനെയാണ് ഇല്ലീഗലായിട്ട് ആക്സസ് ചെയ്തത്, അതിൻ്റെ പുറത്ത് ഹൈക്കോടതി ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്തെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് എവിടെ, അത് എന്താണ് പറയുന്നത്, എന്ത് നടപടി എടുത്തു എന്നറിയാനുള്ള അവകാശം എല്ലാ പൗരന്മാർക്കും ഉണ്ട്. ഹൈക്കോടതിയിൽ കേസ് നടക്കുമ്പോൾ അഡീഷണൽ എവിഡൻസ് എടുത്തു കഴിഞ്ഞാൽ പല കാര്യങ്ങളും തുറക്കപ്പെടും. ഇതിനകത്ത് എവിഡൻസ് ഓൾറെഡി കൊടുത്തിട്ടുള്ള എവിഡൻസ് കോടതി എങ്ങനെയാണ് പരിഗണിച്ചത്, എന്തുകൊണ്ട് തള്ളി എന്നുള്ള ചോദ്യം വരില്ലേ, അതെല്ലാം വരും. പിന്നെ അഡ്വക്കേറ്റ് ടി.ബി. മിനി പറഞ്ഞു കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒരു കോടതിക്കകത്ത് ഗുണ്ടായുസം കാണിക്കുമ്പോൾ കോടതി നോക്കി നിന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെയാണ് നമ്മളിത് പരിശോധിക്കുന്നത്? ഇത് വീഡിയോ റെക്കോർഡിങ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു കാര്യം തെറ്റാണെങ്കിൽ അത് വെളിപ്പെടുത്തണ്ടേ? എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് വെളിയിൽ ആരും അറിയരുതെന്നുള്ള രീതിയിൽ അത് ഒരു ഇൻ ക്യാമറ പ്രൊസീഡിങ് ഇതൊരു ഹരാസ്മെൻ്റ് ആയിട്ട് മാറിയോ എന്നുള്ള ചോദ്യം ഉയരുന്നത്? സാധാരണഗതിയിൽ ഒരു കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ വിധി അതിന് ഇറ്റ് ഷുഡ് സ്പീക്ക് ഫോർ ഇറ്റ് സെൽഫ് എന്ന് പറയും. ആ ജഡ്ജ്മെൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ തോന്നണം ആ നീതി നടപ്പായിട്ടുണ്ട്. അങ്ങനെ തോന്നുന്നില്ല, ആർക്കും തോന്നുന്നില്ല, അതിജീവിതയ്ക്ക് തോന്നുന്നില്ല, പ്രോസിക്യൂഷന് തോന്നുന്നില്ല. ഇതിനകത്ത് നമുക്ക് ശിക്ഷാവിധി കേട്ട ഒരാൾക്ക് പോലും ഒരിക്കലും മനസ്സിലാകാത്തൊരു കാര്യം, ഇത്ര ക്രൂരമായ ഒരു കൃത്യം നടന്നിട്ട് ഇതെല്ലാം വളരെ വിശദമായിട്ട് കേട്ടിട്ട് ഏറ്റവും മിനിമം സെൻറ്റൻസ് ആണ് കൊടുക്കുന്നത്. കൊട്ടേഷൻ റേപ്പ് ചെയ്യുന്ന ആൾക്ക് ആ എക്സിക്യൂട്ട് ചെയ്ത് എല്ലാവരും കൂടി ഇത് പദ്ധതി നടപ്പാക്കി കഴിഞ്ഞപ്പോൾ അതിന് കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ശിക്ഷ. എന്താണ് ഇതിനൊക്കെയുള്ള ന്യായീകരണം? യാതൊരു ന്യായീകരണവുമില്ല. ഹൈക്കോടതിയിൽ ഇത് പുനഃപരിശോധിക്കപ്പെടും. ഇത് അവിടെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ എവിഡൻസ് റിവേഴ്സ് ചെയ്യപ്പെടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിയമത്തിൻ്റെ നൂലാമാലകളിലെ ടെക്നിക്കാലിറ്റി വെച്ചിട്ട് തള്ളിക്കറയേണ്ട കാര്യങ്ങളല്ല. അതെല്ലാം പുനഃപരിശോധിക്കപ്പെടും, അവിടെ സത്യം വെളിപ്പെടും. അപ്പോൾ ചിലരൊക്കെ നമ്മൾ ഇതുവരെ സംശയിക്കാത്ത ആളുകൾ ചിലപ്പോൾ സംശയത്തിൻ്റെ നേരിലേക്ക് വന്നേക്കാം, അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോഴതിനെപ്പറ്റി ഒന്നും പറയാൻ കഴിയില്ല. പക്ഷേ എവിടെയോ വലിയൊരു പാളിച്ച വന്നിട്ടുണ്ട്. നീതി നിർവഹണ വിഭാഗത്തിൽ അവിടെ ഒരു വലിയ പാളിച്ച വന്നിട്ടുണ്ട്. ഒരിക്കലും ആ വിധി വായിച്ചു കഴിഞ്ഞാൽ നീതി നടപ്പായി എന്നൊരു ആത്മവിശ്വാസം വരുന്ന രീതിയിലുള്ള ഒരു വിധിയേ അല്ലത്. ഓക്കെ, സജി നന്ദിയാട്ട് ഇവിടെ അതിജീവിത അഭിഭാഷക കോടതി മുറിക്ക് ഉള്ളിലുണ്ടായിരുന്ന ആളാണ്. ഇൻ ക്യാമറ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വൈകാത്താം. സജി, ഇവിടെ ഈ പറയുന്ന ഇതെല്ലാം വീഡിയോ ചിത്രീകരണമുണ്ട് എന്നാണ് ഇൻ ക്യാമറയുടെ അർത്ഥം. അപ്പോൾ ഈ പറയുന്ന അഡ്വക്കേറ്റ് ടി.ബി. മിനി പറയുന്ന കാര്യം ആ ക്യാമറയിൽ ഉണ്ടാവണം. എന്താണ് കാരണം? ഈ പറയുന്ന രീതിയിൽ വാദിച്ചുകൊണ്ടിരിക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് നേരെ ടീം രാമപിള്ള ഒരു വക്കീൽ ചാടി അടിക്കാൻ പോവുക എന്ന് പറയുന്നത് കള്ളമാണെങ്കിൽ ടി.ബി. മിനിക്കെതിരെ കേസെടുക്കണ്ടേ? ശ്രീ സജി നന്ദിയാട്ടെ, പോട്ടെ, ഈ പറയുന്ന നമുക്ക് കോടതിയോട് നിറഞ്ഞ ബഹുമാനം, നിറഞ്ഞ ആദരവ്, ജഡ്ജിയോട് നിറഞ്ഞ ആദരവ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിജീവിത പറയുകയാണ് ഈ കോടതി അനീതിയാണ് ഇതെന്ന് പറയുകയാണ്. അവർക്കെതിരെ എടുക്കണ്ടേ കണ്ടന്റ്? സജി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ എൻ്റെ പൊന്നെ ആഷ്മി, അവിടെ വക്കീലുമാർ വഴക്കുണ്ടാക്കുന്നതോ അതൊക്കെ ബാർ കൗൺസിൽ തീരുമാനിക്കാം. നമ്മുടെ പ്രശ്നം എന്താ? ഇവിടെ പ്രശ്നം എന്താ? 8-ാം പ്രതി ചിട്ടിച്ചില്ല. 8-ാം പ്രതി എങ്ങനെ ചിട്ടിക്കുന്നത് ഒന്ന് പറഞ്ഞു തരാമോ? ജഡ്ജിമെന്റ് വായിക്കുന്ന എൻ്റെ പൊന്ന് കേരള ജനത, ഞാൻ ഒരിക്കൽ കൂടെ കാലേ പിടിക്കുക, ഈ ചാനലുകാർ നിങ്ങളെ ജഡ്ജിമെന്റ് വായിച്ച് കേൾപ്പിക്കത്തില്ല. ഇവർ നിങ്ങളെല്ലാം പുകമറത്ത് നിർത്തിയിരിക്കുക. ഇവർ പറഞ്ഞ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞ് അടുക്കി. ഇവർ പറഞ്ഞത് മുഴുവൻ ആരോപണമാണ്. കോടതി പറഞ്ഞ കേട്ടായിരുന്നു വാജ്പേയി, ഈ ആരോപണങ്ങളെ തെളിയിക്കാൻ വെറും ആരോപണങ്ങൾ മാത്രമായി അവശേഷിച്ചു. കോടതി പറയാ നീതി നടക്കട്ടെ, ആകാശമിടിഞ്ഞു വീണാലും എന്നാണ് കൊട്ടേഷൻ. അത് 1 by 1 ആയി കോടതി പറഞ്ഞു. അത് വായിക്കാൻ മനസ്സില്ലാതെ നിങ്ങൾ മഴയത്ത് നിർത്തിയിരിക്കുക. ഇപ്പോഴും നിങ്ങൾക്ക് നാണമില്ലെന്ന് ഞാൻ അറിയാതെ ചോദിച്ചു പോകും. ഞാൻ ഈ ജഡ്ജ്മെന്റ് വായിച്ചിട്ട് ദൈവമേ, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ തരിച്ചിരിക്കുക. 8-ാം പ്രതിക്ക് മേൽ എന്തൊക്കെ ആരോപണം അവർ കൊടുത്തത്? ഈ ആരോപണം 1 by 1 ആയി ഞാൻ പറയട്ടെ. അപ്പൊ പറയാണ് ബാലേന്ദ്രകുമാർ പറഞ്ഞു പൾസസൂരി ദിലീപിന്റെ വീട്ടിലിരിപ്പുണ്ടായിരുന്നത്. ആ ഡേറ്റിൽ
പൾസർ സുനി എവിടെയായിരുന്നു? ആ ഒരാഴ്ച മുഴുവൻ ഗോവയിലായിരുന്നു. പൊളിഞ്ഞു പോയില്ലേ? അടുത്ത അതിജീവിത പറയുകയാണ്, ഇവർ കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുകയാണ്, പല പ്രാവശ്യം പൾസർ സുനി ഗോവയിൽ വെച്ച് അതിജീവിതയെ ആക്രമിക്കാൻ ശ്രമിച്ചു. അതിജീവിത കോടതിയിൽ പറയുകയാണ്, അയ്യോ എന്നെ അങ്ങനെയൊന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലെന്ന്. ഇവരെന്തുവായി പറയുന്നേ? ഇവരാരോടായി പറയുന്നേ? കേരളത്തിലെ ജനങ്ങളെല്ലാം ഇത് വായിക്കും കേട്ടോ. പല വിവരമുള്ളവർ ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടു തുടങ്ങി. ഞാൻ നാളെ മുതൽ ഇടുന്നുണ്ട്. സജീവ് സ്പീക്കിനകത്ത് ജനം കാണട്ടെ പച്ച മലയാളത്തിൽ ഇതിനകത്തുള്ളത്. ഇവർ പറയുന്നത് എന്നാ നുണകളാണ് സമൂഹത്തോട്. അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല, ദിലീപിന് നീതി ലഭിച്ചിട്ടില്ല. ഈ നീതി ലഭിക്കണമെങ്കിൽ മേഡം വരണം. ഈ മേഡത്തെ ഇവിടെ കൊണ്ടുവരാൻ പോലീസിന് എന്താ കഴിയാഞ്ഞത്? ഇവർ പറയുന്നത് മുഴുവൻ നുണ മുഴുവൻ, ഈ കഥ മുഴുവൻ വിഴുങ്ങാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വിവരവും ബോധമുള്ളവർ വിഴുങ്ങില്ല. ജഡ്ജ്മെന്റ് വെളിയിൽ വന്നു. കേരളത്തിലെ മുഴുവൻ അന്തിച്ചർച്ച ചെയ്യുന്ന മുഴുവൻ മാധ്യമങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു. കമോൺ, നിങ്ങൾ കൊണ്ടുപോവാ, നമുക്ക് സംവാദത്തിലിരിക്കാം. നിങ്ങൾ അവിടെ കൊണ്ടുകൊടുത്ത എല്ലാ തെളിവുകളും ആരോപണങ്ങൾ മാത്രമായിരുന്നു. അതിനെ തെളിയിക്കാൻ, അതിനെ സബ്സ്റ്റാൻഡ് ചെയ്യാൻ ഒരു തെളിവും കൊടുക്കാതെ വെറുതെ ഒരു കഥ എഴുതി കൊടുത്ത കോടതി ശിക്ഷിക്കുവോ? ചാർജ് ഷീറ്റിലെ ഒറ്റ കാര്യം ഞാൻ വായിക്കാം സജി. ചാർജ് ഷീറ്റിലെ അല്ല സജി ചാർജ് ഷീറ്റിൽ പറയുന്ന ഒറ്റ വരി ഞാൻ വായിക്കാം. ചാർജ് ഷീറ്റിൽ പറയുന്ന ഒറ്റ വരി: 34-ാം സാക്ഷി ഡാഷ് ഈ കേസിലെ കുറ്റകൃത്യം നടക്കുമെന്ന് മുന്നറിയിപ്പ് ഉണ്ടായിരുന്ന അന്വേഷണത്തിൽ അറിവുണ്ടായിട്ടുണ്ടെങ്കിലും ആയത് സാധൂകരിക്കുന്നതിന് ആവശ്യമായ മറ്റു തെളിവുകൾ ലഭിച്ചിട്ടില്ലാത്തതിനാൽ ഈ കേസിൽ പ്രതി ചേർത്തിട്ടില്ലാത്തതാണ്. മാഡം അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞോളാം. എന്ത് മാഷി, നിങ്ങൾ ഒരു പത്രപ്രവർത്തകർ എന്ന നിലയിൽ കഴിവുള്ള ചെറുപ്പക്കാർ അത് പറയൂ. പത്രക്കാർ നിങ്ങൾ 24 ചാനൽ സ്റ്റാൻഡേർഡുള്ള ചാനൽ സത്യത്തിന് വേണ്ടി നിങ്ങളുടെ അന്വേഷണം. ഇത് കോടതി മുറിയൊന്നുമല്ലോ. താങ്കൾ പറഞ്ഞു മാടത്തെ പറ്റി അന്വേഷിച്ചില്ല. താങ്കൾ മാടത്തെ പറ്റി പറയാണ്. ഞാൻ ചാർജ് ഷീറ്റിലെ കാര്യം പറയുന്നത്. അത് കോടതി പറഞ്ഞാൽ തോന്നുന്നു മാടത്തെ പറ്റി അന്വേഷിച്ചില്ല എന്നുള്ള കാര്യം. 34-ാം സാക്ഷി ഈ കേസിലെ കുറ്റകൃത്യം നടക്കുമെന്ന് മുന്നറിയിപ്പ് ഉണ്ടായിരുന്ന അന്വേഷണത്തിൽ അറിവായിട്ടുണ്ടെങ്കിലും ആയത് സാധൂകരിക്കുന്നതിന് ആവശ്യമായ മറ്റു തെളിവുകൾ ലഭിച്ചിട്ടില്ലാത്തതിനാൽ ഈ കേസിൽ പ്രതി ചേർത്തിട്ടില്ലാത്തതാണ്. ആരാണ്? മാഡം. പറയൂ, എനിക്കറിയില്ല, ഞാനല്ലല്ലോ DIG. ഞാൻ ചാർജ് ഷീറ്റ് വായിക്കാം. അതുകൊണ്ട് മാടത്തെ പറ്റി അന്വേഷണം ഉണ്ടായില്ലെന്ന് വെറുതെ പറഞ്ഞോളല്ലേ സജി, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഹലോ, ഈ ബൈജു കൊട്ടാരക്കര കുറെ കീറിയല്ലോ. അതുകൊണ്ട് മാടത്തിനെ പറ്റി ഞാൻ പേര് പറയാത്തതാണ് ചാർജ് ഷീറ്റിലെ പേര്. മാടത്തിനെ പറ്റി അന്വേഷിച്ചെന്ന് പറഞ്ഞോളല്ലേ സജി, പോലീസൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ മാറ്റിവെച്ചു അല്ല പറയട്ടെ സാർ, ഇതിലുള്ളതാ, ജഡ്ജ്മെന്റിലുള്ളതാ ഞാൻ പറയുന്നത്. എന്റെ കൈ നിട്ടൊന്നും പറയുന്നില്ല. അവിടെ കേരളത്തിലെ എന്റെ പൊന്റെ ആഷ്മി, ഇതെല്ലാം അതിനകത്ത് വരണമെന്ന്. ഇതിനകത്തെല്ലാം വരണം. ഈ പറഞ്ഞ എല്ലാ കാര്യം വരുമ്പോ നമുക്ക് ആ മേഡത്തെ നിർത്താം. ഇവര് ഈ ബൈജു കൊട്ടാരക്കര തെളിവായിട്ട് വന്നിട്ട് എവിടെ പോയി? ബൈജു കൊട്ടാരക്കര എവിടെയാ തെളിവ്? എവിടെ തെളിവ് പറ? ഉള്ള തെളിവൊക്കെ വിടുന്നുണ്ടല്ലോ സജീവൻ ചേട്ടെ. എവിടെ തെളിവ്? നിങ്ങളെ നമുക്ക് ഒരുമിച്ച് പോവാം. പറഞ്ഞില്ലേ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ 137 ഒന്ന് നിർത്ത് പറയട്ടെ മനുഷ്യൻ. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ 137/2, അതായത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ 137/25 എന്ന ക്രൈം നമ്പറുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസ് എന്താണെന്ന് അറിയാമോ? രാമൻപിള്ള വക്കീലിന്റെ ഓഫീസിൽ വെച്ച് സുലേഖ എന്ന് പറയുന്ന സ്വപ്നലേഖ എന്ന് പറയുന്ന ഒരു വക്കീലിനെ ഈ സുകേഷ് എന്ന് പറയുന്ന ഇയാള്, ഈ വക്കീല് തല്ലിയതിന്റെ കേസാണത്. ആ വക്കീലാണ് ഇവിടെ പോയിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടറെ തല്ലാൻ വേണ്ടി നിന്നത്. ഹാഷ്മിക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. എന്റെ പേരിൽ ഒരു കേസെടുത്തിരുന്നു, ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു. കോടതി ലക്ഷ്യത്തിന് അന്ന് ജഡ്ജിയെ കുറിച്ചെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ കേസ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഈ രാമൻപിള്ള വക്കീലിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലേഡി വക്കീൽ എല്ലാ വക്കീലന്മാരെയും മുമ്പിൽ വെച്ച് എന്റെ കൂടെ അസഭ്യം പറയാനായി വന്നു കോടതിക്ക് വെളിയിൽ വെച്ചിട്ട്. അന്ന് ആ ജഡ്ജസ് വരെ അതിനകത്ത് നിന്ന് വെളിയിലേക്ക് നോക്കിയ സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അത് കോടതി മുറിയായി പോയി. പക്ഷെ കോടതിക്ക് വെളിയിലാണെങ്കിലും ഉണ്ടല്ലോ, ബൈജു കൊട്ടാരക്കരയുടെ മുഖത്ത് നോക്കി സജീവൻ ചേട്ടല്ല ഒരു ലേഡി വക്കീൽ എന്റെ മുഖത്ത് നോക്കി ഇമ്മാന്നൊരു അക്ഷരം പറയത്തില്ല. അതിനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. പറഞ്ഞാൽ അതിനുള്ള മറുപടി പറയാനുള്ള ചങ്കൂറ്റവും എനിക്കുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ രാമൻ ഗുണ്ടാ സംഘം ഗുണ്ടകളൊക്കെ അതിന് ഗുണ്ടയാണോ? നമ്മളെ ഇങ്ങോട്ടായാലും വിളിക്കും ബൈച്ചേട്ടൻ. അതിന് ഗുണ്ടയാണോന്നില്ല. എന്നെ തെറി പറയോ, എന്നെ തല്ലുകയോ ചെയ്താൽ തിരിച്ചു കൊടുക്കുമെന്നുള്ള 100% ഉറപ്പാണ്. അതിന് ഗുണ്ടയാണോന്നുമില്ല.
ഞാൻ അത് യോജിക്കുന്നത് ഒരു അതൊക്കെ ഗുണ്ടയാവണമെന്നില്ല. ശരി, അതൊക്കെ ചെയ്യണം, മനസ്സിലായില്ലേ? അതൊക്കെ ചെയ്യണം, അല്ല, ഞാൻ ആരുടെ കയ്യിൽ നല്ല മിടുക്ക്, അത് സജീവൻ ചെയ്യണം. ചേട്ടൻ ഞാൻ അത് ശരിയാ, ആരുടെ ഞാൻ കയ്യിൽ ഓർത്തത് പൈസ ഓശാനം ബൈജുവിന്റെ- വാങ്ങിയിട്ടില്ല. ബൈജു ഇപ്പൊ തന്നെ ആരുടെ അങ്ങോട്ട് ഓസിന് വീട്ടിൽ പുട്ടടിച്ചിട്ടില്ല. കൂടിയതാ ബൈജു. ആ അപ്പൊ പിന്നെ അവനവന്റെ മറ്റുള്ളവരുടെ കയ്യിൽ കാര്യം ഓസിന് പറയണോ? പുട്ടടിച്ചിട്ട് ചാനലിൽ വന്നിരുന്ന അവർക്ക് വേണ്ടി മോങ്ങാതെ ശരി, കുറേ ശരി, നേരം ഒരു ഇടവേള, ഈ ക്ഷമിക്കണം, കാര്യം ഒരു ഇടവേള, പറഞ്ഞ് ഒറ്റ ഇടവേള. എന്റെ ഒരു സ്വപ്നം ഈ പ്രശാന്ത് പത്മനാഭൻ ഇവിടെ അസഫ് അലി സാറുമായി സംസാരിക്കുന്നു. അസഫ് അലി സാർ സൂര്യനെല്ലി കേസുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പറയുകയായിരുന്നു. താഴെ കോടതിയിൽ കുറ്റമുക്തരാക്കപ്പെട്ടവർ, അതിൻ്റെ മേൽക്കോടതിയിൽ അതിൻ്റെ പാതനീതി, സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോഴേക്കും താഴെ കോടതി കുറ്റമുക്തരാക്കിയ ബഹുഭൂരിപക്ഷം പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത ആ നിയമത്തിൻ്റെ നീണ്ട ഒരു വഴി അദ്ദേഹം പറയുകയായിരുന്നു. അതിനൊരുപാട് സഹനം ആവശ്യമുണ്ട്, ഒരുപാട് കാലം ആവശ്യമുണ്ട്. ആത്യന്തികമായി ഇരയ്ക്ക് എന്ന് പറഞ്ഞാൽ വിക്ടിമിന്, നിയമത്തിൻ്റെ ആണെങ്കിൽ വിക്ടിമാണല്ലോ, അതിജീവിതയ്ക്ക് മനസ്സ് നിറയുന്ന ഒരു വിധി ഉണ്ടാകുമെന്ന് നമുക്ക് ഈ രാത്രി പ്രതീക്ഷിക്കാവോ ശ്രീ പ്രശാന്ത്? എന്നെങ്കിലും എനിക്ക് ഉറപ്പായിട്ട് പ്രതീക്ഷയുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് തന്നെ സുപ്രീം കോടതി വരെ പോകണ്ട. കാരണം തെളിവുകൾ അത്രയധികം കോടതികൾ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അത് തെറ്റായ കാരണങ്ങളുടെ പുറത്ത് റോങ് ആയിട്ടുള്ള റീസൺസ് രേഖപ്പെടുത്തി അത് ലീഗലായിട്ടുള്ള പാരാമീറ്റേഴ്സ് ഒന്നും, അത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങളൊന്നും ഫോളോ ചെയ്യാതെ ഒരു ട്രയൽ കോടതി ജഡ്ജി അത് ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ, മുന്നിലുള്ള തെളിവുകൾ അവഗണിക്കുകയാണെങ്കിൽ, അത് അപ്പീൽ കേൾക്കുമ്പോൾ ഹൈക്കോടതിക്ക് അത് റിവേഴ്സ് ചെയ്യാം. അങ്ങനെ ഹൈക്കോടതിയിൽ റിവേഴ്സ് ചെയ്യപ്പെടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു. ഗൂഢാലോചന, അതിൽ 8ാം പ്രതിയെ കൂടി അതിനകത്തേക്ക് തെളിവുകളുടെ സഹിതം കുറ്റാരോപിതനായ ആളുകൾ എന്ത് ചെയ്തു എന്നുള്ള ആ കാര്യങ്ങളെല്ലാം വെളിപ്പെടും. ഹൈക്കോടതിയിൽ ശരിയായ രീതിയിലുള്ള റിവേഴ്സൽ ഉണ്ടാകും. അതുപോലെ ശിക്ഷ, അതിൻ്റെ ഗ്രാവിറ്റി, അത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്തവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ, നിയമം അനുശാസിക്കുന്ന ആ ശിക്ഷ തന്നെ കൊടുക്കും. ഏറ്റവും മിനിമം അല്ല, അതിനകത്ത് മാക്സിമം അല്ല, മാക്സിമം എന്ന് പറയുന്ന ലൈഫ് ഇംപ്രിസൺമെൻ്റ് ആണ്, റിമൈൻഡർ ഓഫ് ദ ലൈഫാണ്. അപ്പോൾ അതിനിടയിലുള്ള ഒരു ശിക്ഷ 50 വർഷം 60 വർഷമൊക്കെ ശിക്ഷ കൊടുക്കുന്ന കേസുകളുണ്ട്. ഈ കേസിനകത്ത് വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 2013 ഈ അമെൻമെന്റ് കൊണ്ടുവന്നത്. അതിന്റെ അർത്ഥം ഇനി ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ ജയിലിൽ ഇതിപ്പോൾ രേഖകളാണ്, അത് കേട്ടറിവുകളല്ല. രേഖകളിൽ എന്താണ് ആ പെൺകുട്ടി ആ രാത്രി കാറിനുള്ളിൽ അനുഭവിച്ച കൊടിയ ക്രൂരത എന്ന് വ്യക്തമായി എഴുതുന്നുണ്ട്. അതിനുശേഷവും ചുമത്തിയ വകുപ്പുകളിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന വിധിന്യായം സങ്കടകരമാണെന്നേ പറയാനുള്ളൂ. അത് കോടതിയോട് ബഹുമാനമാണ്, ജഡ്ജിയോട് പൂർണ്ണമായ ബഹുമാനമാണ്. ഇവിടെ അതിജീവിതം പറഞ്ഞ അവസാനം ഇങ്ങനെയാണ്: സോ മെനി പീപ്പിൾ ഹാവ് ഇൻസ്പയർഡ് മീ ടു ബി നത്തിങ് ലൈക്ക് ദം. താങ്ക് യു ഫോർ ഓൾ ദ ലെസൺസ് എന്ന് പറയുകയാണ്. ആ സഹനത്തിന് ഒരു നാൾ പരിഹാരം ഉണ്ടാകും, ഒരു നാൾ മറുപടി ഉണ്ടാകും. എല്ലാ കാലവും നിങ്ങളുടെ ആ ഇച്ഛാശക്തിക്കൊപ്പം തന്നെയാണ്, ധൈര്യമായിരിക്കും ഞങ്ങളൊക്കെ ഉണ്ട്. എൻകൗണ്ടർ പൂർണ്ണമാവുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി.